Welcome dear students. We can discuss our first question. F maps R to R be a function defined by f of s is equal to mod x plus 2 minus 2 mod x. If m is the number of points of local minima and n is the number of points of local maxima of f, then what is m plus n? ഇവിടെ നമുക്ക് y is equal to modulus of mod x plus 2 minus 2 mod x. ഇത് ഗ്രാഫ് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണേ. മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇത് -2ൻ്റെ ലെഫ്റ്റും റൈറ്റും, അത് -2 ലെഫ്റ്റ് സൈഡിൽ -x -2 ആണ്, റൈറ്റ് സൈഡിൽ x പ്ലസ് 2 ആണ്. എന്നാൽ സീറോയുടെ രണ്ടാമത്തെ സീറോയുടെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് മോഡ് എക്സ് പ്ലസ് 2 ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ -x പോവാം. അപ്പോൾ നെഗറ്റീവ് മോഡ് എക്സ് നിങ്ങൾ കണ്ടാൽ അന്നേരം തന്നെ -2x 2x എഴുതാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡ് x പ്ലസ് 2 എന്ന് അർത്ഥം. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് ഇതുണ്ട് ഇങ്ങനെയാണ്. ദറ്റ്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 2 മോഡ് എക്സ്. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ -2x പ്ലസ് 2x ആയിട്ട് x -2 എന്ന് വരും. ഇവിടെ അത് 3x പ്ലസ് 2 എന്ന് വരും. തിരിച്ച് ഇത് സബ്ട്രാക്ട് ചെയ്യും -x പ്ലസ് 2 എന്ന് വരും. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഇതിനൊരു മോഡുലസും കൂടെ എടുക്കാനുണ്ട്. എന്നാൽ എക്സിന് താഴെ വരുന്നതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് -2 വരെ ഇതാണ് ലൈൻ, 0 വരെ ഇതാണ് ലൈൻ, 0 കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് നമ്മൾ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു g(x) ആയിട്ട് ഞാൻ എടുത്താൽ g(x) x -2 ആണ്, x ലെസ് ദാൻ -2. ഇതിൻ്റെ ഇവിടെ അങ്ങോട്ട് തിരിച്ച് 3x പ്ലസ് 2 ആണ്, -2 ലെസ് ദാൻ x ലെസ് ദാൻ 0 വരെ. അടുത്ത് -x പ്ലസ് 2 ആണ്, x ഗ്രേറ്റർ ദാൻ 0. ഇതാണ് രണ്ട് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മളിതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ മോഡലസും എടുക്കുമ്പോഴേ f of x ആവും. എന്നാൽ വി ക്യാൻ പ്ലോട്ട് ദ ഗ്രാഫ് ഓഫ് g(x)ൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം നമ്മൾ x ആക്സിസും y ആക്സിസും വരച്ച് വെക്കുക. -2 0 and 2 ഇതാണ് കണ്ടീഷൻസ്. നോക്കിയേ, ഇത്രയും നമുക്കെടുക്കാം. ഇതെടുക്കുമ്പം പോസിറ്റീവ് സ്ലോപ്പുള്ള എക്സിന് -2 കൊടുക്കുമ്പോൾ -2 -2 -4 ആണ്. അപ്പോൾ -4 എന്ന് പറഞ്ഞാൽ ലൈൻ തന്നെ ഇവിടെ വരും. ഇറ്റ് ഈസ് -4. എന്നിട്ട് ഇതിങ്ങനെ പോകുന്നൊരു ലൈനാണ്. ദിസ് ഇസ് ആക്ച്വലി x -2 ഉണ്ടാവും. -2 കൊടുത്തപ്പം -4 ആണ് വരിക. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈനാണ്. -2 കൊടുത്തു കഴിഞ്ഞാൽ -4 വരും. 0 കൊടുത്താൽ 2 ആണ്. അതായത് നേരെ ഇവിടെ വരും. 0 കൊടുത്താൽ 2 വരുന്ന ഇതാ ലൈൻ, ഈസ് എ ലൈൻ ഹിയർ. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്. ഇത് നമുക്ക് 3x പ്ലസ് 2 ആണ്. ഇനി നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളതാണ്. 0 എടുക്കുമ്പം 2ലാണ്, എന്നാൽ 2 കൊടുത്താൽ 0 ഇതിങ്ങനെ വരും. ഇതിങ്ങനെ പോകുന്നതാണ്. ദിസ് ഷേപ്പ് എന്ന് പറയുന്നതാണ് കർവ്. ഇതിനെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് മോഡൽ, അതായത് g(x)ൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. ദെൻ f of x എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് g(x) ആണ്. അപ്പോൾ നമുക്ക് ഇത് ഈ -2 കൊടുത്താൽ കിട്ടുന്നത് പ്ലസ് ആയി കഴിയുമ്പോൾ 4 ഇവിടെ എത്തും ഉണ്ടോ. എന്നിട്ട് നേരെ ഇങ്ങനെ നിൽക്കും. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ കർവ്. ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് പോകും. ഇത്രയുമാണ് വരിക. എന്നേക്ക് ഇത് ഞാൻ കളഞ്ഞു. ഇത് സോ ദ ഷേപ്പ് ഓഫ് ദ കർവ് ഇസ് ദിസ് വൺ. ഒന്നുകിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് മോഡുലസ് കൊടുത്ത് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതേ ഷേപ്പ് കയറി വരുന്നുണ്ട്. ഓരോ സ്കീമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് മോഡുലസ് കിട്ടുന്നത്. ഇതിൻ്റെ ഈ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടതേ ഉള്ളൂ, ഇതിലെ മാക്സിമം ഏതൊക്കെയാണ് മിനിമം ഏതൊക്കെയാണെന്ന് അതിൻ്റെ എൻ്റെ കൗണ്ട് എടുത്താൽ മതി അല്ലേ. മിനിമം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്നുള്ളിടത്താണ് ഇഷ്യൂ വരുന്നത്. മാക്സിമം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഒരു മിസ്സിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് പോയിന്റ് നോക്കി ഞാനിത് കളഞ്ഞാണ്. അപ്പോൾ ആക്ച്വൽ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. ഞാൻ ഒന്നും കൂടി ഇവിടെ വരച്ച് വെക്കാം. ഇതിങ്ങനെ വരും. ഇവിടെ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് മിനിമം ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്പർ ഓഫ് മിനിമം 2 ആണ്. ഇത് മാക്സിമം ആണെന്നുള്ള കാര്യം ഓക്കെയാണ്. അപ്പോൾ വാട്ട് അബൌട്ട് ദിസ് എന്നാണ് ഇവിടെ ഓർക്കേണ്ടത്. ഇത് ഡിക്രീസിങ് ആണ്, ഇവിടെയും ഡിക്രീസിങ് ആണ്. അപ്പം ഡിക്രീസിങ് ടു ഡിക്രീസ് എന്ന് പറഞ്ഞാൽ f(x)ന് ചേഞ്ച് ഓഫ് ഇല്ല. അതായത് ഇത് മാക്സിമം അല്ല മിനിമവും അല്ല, ജോയിൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മാക്സിമം പോയിൻ്റ് 1ഉം നമ്പർ ഓഫ് മിനിമം പോയിൻ്റ്
2 സോ എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നമ്മുടെ സെക്കൻഡാണ്. ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. ഒരു ഗ്രാഫിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പിന്നെ ഈ കണ്ടീഷൻ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. സോ ദാറ്റ് ഇസ് ഗുഡ് ഫോർ വിത്ത് ഗ്രാഫ് വരച്ച് നിങ്ങൾ നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കണ്ടീഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഈച്ച് ഓഫ് ദി ആംഗിൾ ബീറ്റ ആൻഡ് ഗാമ ദാറ്റ് എ ഗിവൺ ലൈൻ മേക്സ് വിത്ത് പോസിറ്റീവ് വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. അവിടെ എക്സ് ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് ആൽഫ എന്ന് സെറ്റ് ചെയ്യുക. ദെൻ ബീറ്റയുടെ വാല്യൂ ഇതിൻ്റെ ഹാഫാണ്, ഗാമയുടെ വാല്യൂ ഹാഫാണ്. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ബൈ 2 ഇസ് ഈക്വൽ 1 എന്ന് കിട്ടും. ഫോർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 = 0 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താൽ എന്താ കിട്ടുക? ഒരു ആൽഫ ബൈ 2 ആണ്. കോസ് സ്ക്വയർ ആൽഫ ബൈ 2 ഇസ് ദിസ്. സോ ദാറ്റ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറയുന്നത് കോസ് 2 ആൽഫ. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഈക്വൽ 0 എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു കോസ് ആൽഫ കോമൺ ആക്കി എടുത്താൽ കോസ് ആൽഫ പ്ലസ് 1 = 0 ആണ്. സോ കോസ് ആൽഫ ഈക്വൽ 0 എന്നൊരു ആൻസർ ഉണ്ടാവും. അതുപോലെ കോസ് ആൽഫ ഈക്വൽ -1 ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്കുള്ള വാല്യൂസ്. ഇത് നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൽഫയുടെ വാല്യൂസ് ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫ എങ്ങനെയൊക്കെ ആകാം. ഒന്നുകിൽ 0 ആകാം. 0 ആണെങ്കിൽ ആൽഫ നമുക്ക് π/2 ആയിരിക്കണം. അപ്പോൾ മറ്റത് π/4ഉം π/4 ആണ്. ഇത് മൂന്നും കൂടി സ്ക്വയർ ഇട്ട് കൂട്ടിക്കഴിയുമ്പോൾ 1 കിട്ടും. അതല്ലെങ്കിൽ ആൽഫ π ആയിരിക്കണം. ആൽഫ π ആണെങ്കിൽ മറ്റു രണ്ടും π/2 ആണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് ആൽഫയുടെ വാല്യൂ π ആണ്. നമ്മൾ ചോദിച്ചത് ഈ ആൽഫയുടെ പോസിബിൾ വാല്യൂസിൻ്റെ സമ്മ. സോ π പ്ലസ് π/2 ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഈക്വൽ ടു 3π/2 എന്നാണ്. ഇവിടെ ഒരു ചെറിയ ഒരു കുഴപ്പമുള്ളത്, ഇത് പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫയാണ് ഞാൻ എഴുതിയത്. യു വാണ്ട് ടു ഫൈൻഡ് പോസിബിൾ വാല്യൂസ് ഓഫ് ബീറ്റ. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫയുടെ ഹാഫാണ്. അപ്പോൾ ആൽഫയുടെ ടോട്ടൽ വാല്യൂസിനെ ബൈ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. എന്ന് പറഞ്ഞാൽ വെൻ ആൽഫ ഈസ് ഈക്വൽ π/2 ബീറ്റ നമുക്ക് π/4 ആണ്. വെൻ ആൽഫ ഈസ് ഈക്വൽ π ബീറ്റ ഈസ് ഈക്വൽ π/2 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോസിബിൾ വാല്യൂസ് ഓഫ് ബീറ്റയുടെ സമ്മ് π/4 പ്ലസ് π/2 ആണ്. ഈസ് ഈക്വൽ 3π/4 ആണ്. ഇസ് ദി ആൻസർ ഫോർ ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3. If 4 distinct point 4, 6, -1, 5, 0, 0 and 3k, 3k are on a circle of radius r, then what is 10k plus r square എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് കൊടുത്ത് സർക്കിൾ കണ്ടുപിടിക്കുക. അതിനേക്കാൾ നല്ലത് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 4, 6 അതുപോലെ തന്നെ ബി നമുക്ക് -1, 5, സി നമുക്ക് 0, 0 എന്ന് വരുമ്പോൾ MAB എടുത്താൽ സ്ലോപ്പ് ഓഫ് AB ഇത് രണ്ടിനും കൂടെ സ്ലോപ്പാണ്. അപ്പം 5 - 6 ഡിവൈഡ് ബൈ -1 - 4 ദാറ്റ്സ് ഈക്വൽ -1/-5 1/5 ആണ്. അതുപോലെ MBC എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ബിയും സിയും കൂടെ. അപ്പം 5 - 0 ഡിവൈഡ് ബൈ -1 - 0 നമുക്ക് -5 ആണ്. ഇനി വേറെ എടുക്കണ്ട, ഇപ്പം തന്നെ ഇത് പെർപെൻഡിക്കുലർ അല്ലേ. ഫോർ MAB ഇൻറ്റു MBC ഈസ് ഈക്വൽ ടു -1 ആണ്. ഫോർ AB പെർപെൻഡിക്കുലർ BC ആണ്. ഇതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ഒരു ട്രയാങ്കിൾ വരച്ച് വെച്ചാൽ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ട്രയാങ്കിളിൽ ഇത് B ആണ് 90 ഡിഗ്രി. ഇവിടെ A ഉണ്ട് 4, 6 ആണ്. അതുപോലെ ഇത് C ഉണ്ട് 0, 0 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈസ് എ സർക്കിൾ പാസിങ് ത്രൂ ദിസ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിട്ടും ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് ആണ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. റേഡിയസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഡയമീറ്ററിൻ്റെ സ്ക്വയർ ഡിയുടെ സ്ക്വയർ നമുക്ക് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ 16 പ്ലസ് 36 ആണ്. 52 ആണ്. അപ്പോൾ ഇവിടെ 4r സ്ക്വയർ നമുക്ക് 52 ആണ്. ദെൻ r സ്ക്വയർ 13 ആണ്. നമുക്ക് വേണ്ടതിൻ്റെ അകത്ത് r സ്ക്വയർ കിടപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ വരും x - 4 ഇൻറ്റു ഇതിൽ x - 0 പ്ലസ് y - 6 ഇൻറ്റു y - 0 ഇസ് ഈക്വൽ ടു എടുക്കാൻ പറ്റും. സോ വി ക്യാൻ ഓപ്പൺ ഇറ്റ് ആസ് x ഇൻറ്റു ദിസ് ഇസ് x സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടി വിളിച്ചാൽ കിടക്കുന്ന y സ്ക്വയർ -4x - 6y = 0 ആണ്. ഇതിലാണ് നമ്മുടെ kയും 3kയും ഉണ്ടാവുക. സോ വി ക്യാൻ റീപ്ലേസ് k ഹിയർ. അപ്പോൾ kയുടെ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ k സ്ക്വയർ പ്ലസ് 9k സ്ക്വയർ 3kയുടെ മൈനസ് k ഇവിടെ കൊടുത്താൽ 4k
മൈനസ് 18k ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇപ്പോൾ നോക്കി 10k² മൈനസ് 22k ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ കിട്ടും കെയ്ക്ക്. ഒന്ന് കെയ്ക്ക് 0യും മറ്റത് 11/5ഉമാണ്. ഇത് രണ്ട് വാല്യൂവാണ്. ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കെയ്ക്ക് 0 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കെ കോമൺ ആക്കി എടുക്കും. വെൻ k = 0 നമ്മുടെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ 0 അത് ഗിവൺ പോയിൻ്റ്. അപ്പം ഗിവൺ പോയിൻ്റ് അല്ല നമുക്കിനി അത് കിടക്കേണ്ടത്, അല്ലെങ്കിൽ 3 പോയിൻ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ യു ക്യാൻ സി ദറ്റ് k ≠ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ദിസ് വൺ ഈസ്. അപ്പം k എന്ന് പറയുന്നത് 11/5 ആണ്. ഫോർ 10k എന്ന് പറഞ്ഞാൽ അത് 22 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? വാട്ട് ഇസ് 10k + r² ആണ്. അപ്പോൾ 22 + 13 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു Now, let the mean and variance of 5 observations x1 1, x2 3, x3 a, x4 7 and x5 b, a greater than b, b 5 and 10 respectively. Then variance of the observation ആണ് n + xn ആണ് കണ്ടുപിടിക്കേണ്ടത്. n 1 2 3 etc. എന്നാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു ലെങ്തി പ്രോബ്ലമാണ്. നമ്മൾ ആദ്യം എയും ബിയും ഫൈൻഡ് ചെയ്യാൻ പോകണം. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ എടുത്താൽ 1 3 a 7 ആൻഡ് b എന്നാണ്. ഇവിടെ എക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1 9 a² 49 b² ആണ്. അപ്പോൾ ഇതിൽ 1 + 3 + 7 + a + b / 5 ആണ് മീനിൻ്റെ വാല്യൂ ആയിട്ട് കിടക്കുന്നത്. മീൻ 5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 11 + a + b നമുക്ക് 25 ആണ്. ദെൻ a + b ഈസ് ഈക്വൽ ടു 14 എന്ന് വരും. ഇതൊരു ഇക്വേഷനാണ്. വീണ്ടും നമ്മൾ രണ്ടാമത്തത് എടുക്കാൻ വേരിയൻസിൻ്റെ വാല്യൂ എടുക്കാനായിട്ട് വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ വാല്യൂ വേരിയൻസ് ഈസ് ഈക്വൽ സിഗ്മ x² - x⁻² ബൈ n ഇവിടെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് 10 ഈസ് ഈക്വൽ ടു സിഗ്മ x² എടുത്തു കഴിഞ്ഞാൽ 10 59 ഇത് മൂന്നും കൂടി കൂട്ടിയതാണ് പ്ലസ് a² + b² / 5 മൈനസ് 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റിലോട്ട് മാറ്റി 35 × 5 ഈസ് ഈക്വൽ ടു 59 + a² + b² ആണ്. ഇവിടെ a + b ആയതുകൊണ്ട് b നമുക്ക് 14 - a എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. സോ a² + 14 - a the whole square minus 35 × 5 116 = 0 എന്നാണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എക്ക് എടുക്കാവുന്ന വാല്യൂസ് a10 b4 You can see that whenever you can expanding it, it will become a = 10 എന്ന് കിട്ടും. സോ b4 അതായത് a is more than none കിട്ടുക. ഇത് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റയെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. 1 3 a നമുക്ക് 10 ദെൻ 7 ആൻഡ് 4 എന്നാണ്. ഇനിയിപ്പോൾ ഉള്ള പ്രത്യേകത ഇതിൻ്റെ അകത്ത് നമുക്ക് പുതിയ ഡേറ്റ n + n-ന് 1 എന്നാണ്. അപ്പം 1+ നോക്കിയാൽ എല്ലാത്തിനും കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ പുതിയ ഡേറ്റ എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ എടുത്താൽ 2 4 11 8 ആൻഡ് 5 എന്നാണ്. ദെൻ വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്. 4 16 121 64 25. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് 16 ഈസ് ദ വേരിയൻസ് എന്ന് കിട്ടും. ഇവിടെയും ഡയറക്റ്റ് ആണ്, പക്ഷേ ലെങ്തിയാണ്. ഞാനിത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളത് 1 by 1 ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുക. കൺസിഡർ ദ ലൈൻസ് 3 × x × 3 λ + 1 + y × 7 λ + 2 = 17 λ + 5 എന്നാണ്. λ being a parameter all passing through a point P. One of this line, say we refer it as L, is farthest from the origin. If the distance of L from the point 3,6 is d, then the value of d². ഇവിടെ നമുക്ക് ഒരുപാട് ഫാമിലി, ഇതിപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട്സാണ്, എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും. 3x λ + x + 7y λ + 2y - 17 λ - 5 = 0 എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം x + 2y - 5 + λ × 3x + 7y - 17 = 0. ഇത് രണ്ട് ലൈനാണ്, ഈ ലൈനും ഈ ലൈനും.
സോ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ലാംഡ യു ഗോട്ട് ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് ത്രൂ എ ഗിവൺ പോയിൻറ്റ്. ഇത് രണ്ടും കൂടി മാത്രം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി കിട്ടും, ഒരു പോയിൻ്റ് കിട്ടും. സോൾവിങ് ദിസ് ടു എനിക്ക് എക്സ് പ്ലസ് 2y മൈനസ് 5 = 0യും 7y മൈനസ് 17 = 0 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഈ ഗോട്ട് എ പോയിൻറ്റ് 1,2. ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ 1,2 കൂടെ പോകുന്ന ഒരുപാട് ലൈനുകളുണ്ട്. ഇതെല്ലാം ഈ ഒരു പോയിൻ്റ് കൂടെ പോകുന്നതാണ്. സോ ദിസ് പോയിൻ്റ് ഇസ് വാട്ട് 1,2. നമ്മൾ പറഞ്ഞേക്കുന്ന നോക്കി വൺ ഓഫ് ദ ലൈൻ വിച്ച് ഇസ് ഫാർത്തസ്റ്റ് ഫ്രം ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എവിടെയെങ്കിലും ഒറിജിൻ ഇട്ടാൽ ചെരിഞ്ഞ് പോകുന്ന ലൈനുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അകലെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ഏറ്റവും അകലെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദ പോയിൻറ്റ് ഷുഡ് ബി വാട്ട് പി. ഈ പോയിൻ്റാണ് മാക്സിമം കിട്ടുന്ന ഡിസ്റ്റൻസ്. ബാക്കിയുള്ളതെല്ലാം ആ ലൈനിൻ്റെ ചെരുവ് കൊണ്ട് അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഒറിജിൻ എവിടെയാണെന്ന് വെച്ചു. ഒറിജിൻ എവിടെയാണെങ്കിൽ ഇതിനേക്കാൾ നമുക്ക് ഇതിൻ്റെ അടുത്തടുത്ത് വരുമ്പം കിട്ടുന്ന ഇതാണ് ഏറ്റവും വലുത്. ബാക്കി ഇങ്ങോട്ട് അടുത്ത് വരും. ഇതാണെങ്കിലും നമുക്ക് ഇവിടെ ഒരെണ്ണം അടുത്ത് വരും. ഉണ്ടോ? എങ്ങനെ ചെരിഞ്ഞാൽ ശരി ഇതിലെ ഫാർത്തസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോമൺ പോയിൻ്റാണ്. ഫാമിലി ഓഫ് ലൈൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി ദ ഫാർത്തസ്റ്റ് പോയിന്റ് വിച്ച് ഇസ് ഫ്രം ഒറിജിൻ. ദാറ്റ്സ് ആക്ച്വലി ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 1, 2 ഉണ്ട്. ഇനി അവർക്ക് വേണ്ട എന്താ, ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഓഫ് ദ 3, 6 ഫ്രം 1, 2 ആണ്. 3, 6 ഫ്രം 1, 2 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് d√20 കിട്ടും. സോ d² 20 ആണ്, വിച്ച് ഇസ് ഗിവൺ ഇൻ ഓപ്ഷൻ 2. എന്ന് പറഞ്ഞാൽ ഈ 1, 2 നിങ്ങൾ അവർ പറയുന്ന 3, 6ൻ്റെ ഡിസ്റ്റൻസ് എടുത്താൽ കഴിഞ്ഞു. സോ ദാറ്റ് ഡിസ്റ്റൻസ് d² is equal to 6 minus 2 the whole square പ്ലസ് 3 minus 1 the whole square ആണ്. സോ 16 പ്ലസ് 4 20 എന്ന് കിട്ടും. ദാറ്റ്സ് അവർ റിക്വയർമെൻറ്റ്. സോ ദ ആൻസർ ഇസ് 20. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഒന്ന്, ഈ തന്നിരിക്കുന്ന ലൈൻ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ആണെന്ന് അറിയണം. ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഏത് പോയിൻ്റാണ് ഒറിജിനായിട്ട് ഫാർത്തസ്റ്റ് എന്ന് വെച്ചാൽ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഫാർത്തസ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. A is equal to -2, -1, 0, 1, 2, 3. Let R be a relation on A defined by Rxy if y is equal to maximum of x, 1. So y എന്ന് പറയുന്ന എലിമെൻറ്റ് ഈസ് മാക്സിമം ഓഫ് ദാറ്റ് x, 1 where x belongs to -2, -1, 0, 1, 2, 3. ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ -2 സെലക്ട് ചെയ്താൽ -1 ഇങ്ങനെ എടുക്കണം വൈയുടെ വാല്യൂ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ y എടുക്കുകയാണെങ്കിൽ മാക്സിമം ഓഫ് -2, 1 എന്നാണ്. ഇതിൻ്റെ മാക്സിമം നമുക്ക് 1 ആണ്. സോ അവിടെ പേര് നമുക്ക് -2, 1 എന്ന് പറയാം. അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു -1 എടുത്താൽ y ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് -1, 1 ആണ്. അവിടെ നമുക്ക് 1 ആണ്. സോ -1, 1 എന്ന് പറയാം. അടുത്ത 0 എടുത്താൽ എക്സ് ഇസ് ഈക്വൽ 0 എടുത്താൽ നമുക്ക് ഇവിടെ 0, 1 മാക്സിമം 1 ആണ്. ഇനിയും ഉണ്ട്, നമുക്ക് 1 എടുത്താൽ, ഈ 1 എടുത്താൽ മാക്സിമം 1 തന്നെ. പക്ഷേ 2 എടുക്കുമ്പം കുഴയാണ്. നോക്കി, നമുക്ക് 2ൻ്റെയും 1ൻ്റെയും കൂടെ എടുത്തിട്ട് മാക്സിമം 2 ആണ് കിട്ടുന്നത്. അപ്പോൾ 2, 2 വരും, 3, 3 വരും. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി. കണ്ടോ, ആർ ബി ദ റിലേഷൻ വി ക്യാൻ റിട്ടൺ ആസ് ഇൻ ദ ഫോം ആർ ഈസിക്കൽ സെറ്റ് -2, 1, -1, 1, 0, 1, 1, 1, 2, 2, 3, 3. ഇതാണ്. ഇതിൽ 3 വാല്യൂസ് വെച്ചിട്ടുണ്ട്. ലെറ്റ് m and n be the minimum number of elements required to add in R it make a reflexive and symmetric relation and L be the count of the elements in R. അപ്പോൾ ഇവിടെ L ഓട്ടോമാറ്റിക്കലി നമുക്ക് 6 ആണ്. 6 എലമെൻ്റ് ഉള്ളത്. ഈ 6 എലമെൻറ്റിൻ്റെ അകത്ത് m എടുക്കണമെങ്കിൽ ഇതൊന്ന് റിഫ്ലെക്സീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് ആണെങ്കിൽ നോക്കി -2, -1 ഉണ്ടെങ്കിൽ ഈ -2ൻ്റെ -2 തന്നെ വരണം, എങ്കിലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. അതുപോലെ -1 ഉണ്ടെങ്കിൽ -1 വേണം. എന്ന് പറയാൻ റിഫ്ലെക്സീവ് ആകാനായിട്ട് -2 ആഡ് ചെയ്യണം. അതുപോലെ -1 ആഡ് ചെയ്യണം, 0, 0 ആഡ് ചെയ്യണം. ഇത് 3 ഇതിൻ്റെ കൂടെ ചേർത്താൽ ബാക്കി 1, 1, 2 ഒക്കെ കിടപ്പുണ്ട്. സോ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ് എന്ന് കിട്ടും. അപ്പോൾ -2, -1, 0, 0 ആഡ് ചെയ്താൽ റിഫ്ലെക്സീവ് ഉള്ളൂ. അതിൻ്റെ കൗണ്ട് 3 ആണ്. ഇനി സിമെട്രിക് ആക്കാനായിട്ടോ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ റിവേഴ്സായ 1, -2 നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ 1, -1 ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ 1, 0 ഉണ്ടാവണം. ഇത്രയും ഇതുണ്ടെങ്കിൽ ഇതെല്ലാം സെയിം ആണ്, സിമെട്രിക് നേച്ചറിൽ കിട്ടും. അപ്പോൾ അത് 3 കൂടി ആഡ് ചെയ്താൽ ഉണ്ടാകുന്നതാണ്. സോ വാട്ട് ഇസ് L + M + N? അത് സിമ്പിളാണ്, നമുക്ക് 12 എന്ന് കിട്ടുന്നതാണ്. ദി സെൻസ് ഓഫ് ദാറ്റ് പ്രോബ്ലം 12 ഓപ്ഷൻ 1-ൽ കിടപ്പുണ്ട്. ലെറ്റ് ഇക്വേഷൻ x × x + 2 × 12 - k = have equal roots ആണ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ x² കൂടെ ആ 12 - k ഉണ്ടാവും. പിന്നെ എക്സിന് ടേമാണ്. സോ +x കൂടെ 24 - 2k ഉണ്ടാവും.
പിന്നെ -2. ഇതാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന് ഈക്വൽ റൂട്ട്സ് ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ഡെൽറ്റ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയേ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇതാണ് 24 - 2k the whole square -4 into 12 minus k this into -2 equal to 0. It is equal to 2 into 12 minus k the whole square plus 8 into 12 minus k is equal to 0. ഇവിടെ നമുക്ക് 2 കൊണ്ടുള്ള സ്ക്വയർ എടുത്താൽ 4 into 12 minus k the whole square plus 8 into 12 minus k is equal to 0 എന്നാണ്. ഇവിടെ നിന്ന് രണ്ടും കൂടി 12 minus k 4 into 12 minus k നിങ്ങൾക്ക് കോമൺ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പം ഇവിടെ 12 minus k plus 2 ആണ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് അറ്റ് k ഈക്വൽ 12 ആൻഡ് k ഈസ് ഈക്വൽ ടു 14. രണ്ട് വാല്യൂ വരും. ഇതിൽ 12 എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പം നോക്കി ഈ ടൈം ഡിഫൈൻഡ് ആകാതെ പോകും. അപ്പോൾ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഫ്രെയിം ചെയ്യുമ്പോഴേ ഓർത്തേക്കണം ഡിസ് 12 minus k നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ k നോട്ട് ഈക്വൽ 12 ആണ്. അപ്പോൾ ആൻസറിൻ്റെ അകത്ത് k 12 കിട്ടിയാൽ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ നമുക്ക് കെയുടെ വാല്യൂ 12 എന്ന് എടുക്കുക, 14 എടുക്കുക പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ k 12 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ടെണ്ണം ഉണ്ട്. സോ വാട്ട് അബൌട്ട് ദിസ് വൺ? ഡിസിക്കൽ 12,7 ആണ്. ഇത് 3x + 4y + 5 = 0 ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇറ്റ്സ് ഈക്വൽ ടു 3 × 14 + 4 × 7 + 5 divided by √9 + 16. That's equal to 42 + 28 + 5 divided by 5 എന്നാണ്. 75/5. 15. സോ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കിവിടെ ആൻസർ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. Let L1 of a line L1 of a slope 2 and L2 is line 1/2 ആണ്. സ്ലോപ്പ് 1/2 ഉം 2 ഉള്ള രണ്ട് ലൈൻ, ഒറിജിനിൽ കൂടെ പോയ രണ്ട് ലൈനാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈ ലൈനായിട്ട് എടുക്കാം, മറ്റത് ഈ ലൈനായിട്ട് എടുക്കാം. ഇത് L2 ആണ്, ഇത് L1 ആണ്. ഇപ്പോൾ രണ്ടും കൂടി കോമൺ ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി ആ രണ്ട് ലൈൻ മാത്രം മതി, എക്സൈസും ബൈ എക്സൈസും വേണ്ട. ഇത് ഒറിജിനാണ്. ഇനി പറയുന്നത് ഇൻ ഫസ്റ്റ് ലൈൻ ദർ ആർ 12 പോയിൻറ്റ്സ്. ഇവിടെ P1 ഇങ്ങനെ P2 ഉണ്ട്, ഇവിടെ Q1 ഇങ്ങനെ Q9 ഉണ്ട്. നമുക്കിതിന് എത്ര ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഹാവിങ് 1 വെർട്ടിസസ് അറ്റ് 3 ഓഫ് ദ 22 പോയിൻറ്റ്സ് ആണ്. മൊത്തമുള്ള പോയിൻറ്റുകൾ വെച്ച് നോക്കിയാൽ 9ഉം മറ്റത് 12ഉം പിന്നെ ഈ 0 കൂടി കൂട്ടി. അപ്പം ഞാൻ ആദ്യം 0 എടുത്തിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹൗ മെനി ഓഫ് ദം ആർ പോയിൻറ്റിങ് വിത്ത് 0? അപ്പം ആകെ ഒരു 0 എടുത്താൽ 1 C1 ആണ് ഒരു 0 എടുക്കാനുള്ള പോയിൻറ്റ്. അപ്പോൾ ഇതിലെ ഈ 0 ഈ ലൈനിൽ നിന്ന് പിന്നെ വേറെ ഒറ്റ എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ 12 C1 വരും, ഇൻറ്റു 9 C1 എടുക്കും. ഇപ്പോൾ ഇതാണ് നമുക്ക് കണ്ടീഷൻ. നോക്കി, ഇത് ഒരു പോയിൻ്റ് എടുത്താൽ ഇങ്ങനെയുള്ള 9 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, ഇങ്ങനെയുള്ള 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും എടുക്കുക. അത് നമുക്ക് 108 ആണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് 0 ഇല്ലാത്ത ഈ ലൈനുകളിൽ മാത്രമാണ്. ഇനി ഇതിൽ നമുക്ക് എടുക്കേണ്ട ആകെ 9 എണ്ണം ഉണ്ട്. ഇതിലൊരെണ്ണം എടുത്തു, ദാറ്റ് ഇസ് 9 C1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 12 എണ്ണമുണ്ട്. ആ 12 എണ്ണത്തിൽ ഏതെങ്കിലും 2 എടുത്താൽ ഇത് ഓക്കെയാണ്, ട്രയാങ്കിളാണ്. അല്ലെ പിന്നെ ഈ ലൈനിലാണെങ്കിൽ നമുക്ക് 12 C1 എടുത്തു പിന്നെ 9 C2 എടുത്താൽ ഇത് ഓക്കെയാണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ 3 കേസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അത് 3 കൂടി കൂട്ടിയെടുത്താൽ കിട്ടുന്ന 1134 എണ്ണമാണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ 2 നമുക്ക് കിട്ടുന്നതാണ്. Now, integral 0 to pi 8x dx divided by 4 cos square x plus sin square x. ഇത് 2-3 പ്രോപ്പർട്ടി ഉപയോഗിക്കപ്പെടേണ്ട ഒരു ഗുഡ് പ്രോബ്ലമാണ്. അതിലൊന്ന് നമ്മുടെ f ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ I എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to pi 8x dx ഡിവൈഡ് ബൈ 4 cos square x പ്ലസ് sin square x എന്ന് പറയുന്നു. ഇവിടെ ഓർക്കേണ്ടത് കിങ് റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താ കിങ് റൂള്? ഈ എക്സിന് പൈ മൈനസ് എക്സ് കൊടുത്താൽ ഇവിടെയും ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഈ 1നെ കിങ് റൂൾ കൊടുക്കുമ്പോൾ 0 to pi എന്ന് തന്നെ എഴുതിയിട്ട് 8 × pi - x dx ഡിവൈഡ് ബൈ 4 cos square x പ്ലസ് sin square x ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ നോക്കുമ്പം നോക്കി രണ്ടും കൂടെ ആഡ് ചെയ്താൽ I + I എന്ന് ലെഫ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് 0 to pi എന്ന് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 8x കയറി പോയിട്ട് 8 pi dx ഓർ ഡിവൈഡ് ബൈ 4 cos square x പ്ലസ് sin square x എന്നാണ്. ഇങ്ങനെ വരും. കണ്ട, ഇനിയാണ് അതിനകത്ത് രണ്ടാമത്തെ ഒരു പ്ലേ വരുന്നത്.
ഇവിടെ നമ്മളെ സംബന്ധിച്ച് 2i is equal to 8 pi into integral 0 to pi dx divided by 4 cos square x plus sin square x ആണ്. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മളൊരു മെത്തേഡ് ഉണ്ട്, ഈ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ടാനിലോട്ട് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഓർക്കണം, ഇതിന് മുകളിലും താഴെയും പയ്യ കിടക്കുന്നതെങ്കിൽ വെൻ യു ഡിവൈഡിങ് ദം യു വാണ്ട് ടു ഡിഫൈൻ ദാറ്റ് എക്സ് ബിലോങ്സ് ടു 0, പൈ ആണ്. പക്ഷേ കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 അപ്പോൾ നിങ്ങൾ ഈ എക്സ് കൊണ്ട് അല്ലെ കോസ് സ്ക്വയർ എക്സ് വെൻ യു ഡിവൈഡിങ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻഫിനിറ്റി ആയിട്ട് പോകും. അപ്പോൾ ഉള്ളൊരു അസിംപ്റ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ഇങ്ങനെയാണ് കയറി വരുന്നതെങ്കിൽ മറ്റേതുണ്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ കിട്ടിയാലും ശരി ഇത്ര ഭാഗം ഇതിനെ നല്ലഫ് ചെയ്തു പോകും. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ 0 ആയിപ്പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉപയോഗിക്കാനായിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എ മൈനസ് എക്സ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെന്ന് വെച്ചുള്ളൂ. ഇൻ്റർവൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് അങ്ങനെയാണെങ്കിൽ അത് 2 times ഇൻ്റർവൽ 0 to a എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെയുള്ള ഗുണം വെച്ചാൽ ഇതിനെ പൈക്കകത്താണ് നമ്മുടെ പൈ ബിറ്റ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു എഡ്ജിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഈ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ മാർഗ്ഗം 2 കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ i is equal to 4 pi into integral 0 to pi നേരത്തെ എഴുതി തന്നെയാണ് dx divided by 4 cos square x plus sin square x കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ 4 pi ഇട്ടിട്ട് ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി എടുത്താൽ 2 times integral 0 to pi by 2 ഇങ്ങനെയാണ്. കണ്ടോ, ഈ പൈ വരും പൈ ബൈ 2 ഇട്ടു dx divided by 4 cos square x plus sin square x. ഇതിൻ്റെ ഗുണം എന്താ, എനിക്ക് ഈ കോസ് എക്സ് 0 ആകുന്ന ഈ എഡ്ജിലാണ്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഗ്രാഫ് വരച്ചതിൻ്റെ ഒരു സംഗതി കണ്ടാൽ മതി, അതിൻ്റെ ഡയബിൾ കയറി വരും. ഇവിടെ നമുക്ക് ഈക്വൽ ടു 8 pi into integral 0 to pi by 2 ഇട്ടിട്ട് sec square x dx all divided by 4 plus tan square x എഴുതാൻ പറ്റും. So that should be 8 pi into integral 0 to infinity dt divided by 4 plus t square എന്നാണ്. That's equal to the answer as 8 pi into tan inverse t 0 to infinity ആണ്. That's 8 pi into pi by 2 minus 0. That's equal to 4 pi എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു 8 പൈയും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 8 പൈയും കൂടെ ഉള്ളതുകൊണ്ട് പൈ സ്ക്വയർ 4 pi square എന്നാണ് ആൻസർ കിട്ടുക കേട്ടോ. So it is 8 pi square. So option, so 8 pi into 0 to infinity dt by 4 t square ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പം 8 pi into ഈ 4ൻ്റെ എനിക്ക് നമ്മുടെ റിസൾട്ട് എഴുതുകയാണെങ്കിൽ ഇതാ 1/a tan ഇൻവേഴ്സ് ടി ബൈ എ എന്നാണ് എഴുതേണ്ടത്. 0 to infinity. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 8 pi into എയുടെ പ്ലേസിൽ 1/2 1/2 into tan ഇൻവേഴ്സ് ടി ബൈ 2 0 to infinity ആണ്. ദാറ്റ്സ് ഈക്വൽ 4 pi into ഇട്ടിട്ട് ഈ ഇൻഫിനിറ്റി എടുത്താൽ കിട്ടുന്ന pi by 2 minus 0 എന്നാണ്. സോ വി ക്യാൻ സി ആൻസർ ആസ് 2 pi square. This is answer of that problem. Okay, so that is given option 1. Now question number 10. Let f be the function such that f of x plus f of 3 times f of 24 by x is equal to 4x ആണ്. x 0 അല്ല. നമുക്കിത് രണ്ടു പോകാം. നിങ്ങൾ ആദ്യം പുട്ട് x is equal 3 കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, എഫ് ഓഫ് 3 പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് 8 ഈസ് ഈക്വൽ 12 എന്ന് കിട്ടും. ഒരു ഇക്വേഷൻ നമ്പർ 1 ആണ്. അടുത്ത എക്സിന് 8 ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് 8 പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 32 വരും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി സോൾവ് ചെയ്ത് നമുക്ക് രണ്ടും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നേരെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സോ 1 + 2 ഇംപ്ലൈസ് നോക്കി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 4 എഫ് ഓഫ് 3 കിട്ടും. പ്ലസ് ഇത് രണ്ടും കൂട്ടുകയാണെങ്കിൽ നമുക്ക് അതും 4 എഫ് ഓഫ് 8 കിട്ടും. ഈസ് ഈക്വൽ ടു ആണ് 44 ആവുക. ഫോർ എഫ് ഓഫ് 3 പ്ലസ് എഫ് ഓഫ് 8 സിമ്പിളായിട്ട് 11 എന്ന് കിട്ടും. ഓപ്ഷൻ 1 ആണ്. ഒരു വളരെ സിമ്പിളായുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ഈ കിടക്കുന്നതാണ്. ഇവിടെ 2 റീജിയൻ ഉണ്ട്. മോഡ് x മൈനസ് വൈ ഈസ് ലെസ് ദാൻ ആംഗിൾ y ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഇസ് y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് x മൈനസ് വൈ. ഇതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ y ഈസ് ലെസ് ദാൻ ആംഗിൾ ടു 4 റൂട്ട് എക്സ് ആണ്. ഇതറിയാൻ പറ്റും. ഇത് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാലുള്ള ഗ്രാഫ് അതിൻ്റെ ഇവിടെയാണ്, ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. മറ്റേത് ഇവിടെ എടുക്കുമ്പോഴുള്ള ഗ്രാഫ് മോഡ് എക്സ് വൈയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈനിട്ട് കയറി വരും അല്ലേ, എബോ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു വരും.
അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത ഒരു കണ്ടീഷൻ എടുക്കണം. വെൻ യു ഐഡൻറ്റിഫൈങ് ദിസ് എക്സ്പ്രഷൻസ് വൈ ഈസിക്കൽ എക്സ് മൈനസ് 2x മൈനസ് വൈ എടുത്താൽ 2y ഈസിക്കൽ എക്സ് എന്നുള്ളതാണ്. സോ y ഈസിക്കൽ 1/2 ആണ്. അപ്പോൾ ഒന്ന് മുകളിലോട്ടും താഴട്ടോ y ഈസിക്കൽ 1/2 എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് y ഈസിക്കൽ 1/2 എക്സ് എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് മുകളിലുള്ള റീജിയൻ നമുക്ക് കാണാൻ പറ്റിയാൽ ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ദ റിക്വയർഡ് റീജിയൻ ഇൻ ബൗണ്ടഡ് ദാറ്റ് ടു. അവിടെ രണ്ടിനും കൊണ്ട് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഈ 2 പോയിൻ്റ് എടുക്കണം. ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. സോ വി ക്യാൻ സോൾവ് ദിസ് ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ y സ്ക്വയറും y ഈസിക്കൽ ടു 4√x ആണ് ഈ ലൈൻ. രണ്ടാമത്തത് x ഈസിക്കൽ ടു 2y അപ്പോൾ ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ x/2 ഈസ് ഈക്വൽ ടു 4√x ആണ്. ദെർഫോർ x സ്ക്വയർ ഈസ് ഈക്വൽ ടു 64x വരും. So x is equal to 0 and x is equal to 64 are the 2 points. x ഇതാണെങ്കിൽ then y is equal to 0യും y is equal to 16 വരും. നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എവിടെയെന്ന് ചോദിച്ചാൽ ഇത് 64 വരുമ്പം ഇത് 32 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അവിടെ കിട്ടും. ഈ ചെറിയ ട്രയാങ്കിൾ ഏരിയ അവിടെ കിട്ടും. ബാക്കി 0 മുതൽ 64 വരെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഒന്നാമത്തെ ഇൻറ്റഗ്രൽ 0 to 64 4√x dx. അത് 4 ഇൻറ്റു എക്സ് റേസ്റ്റ് 3/2 ഡിവൈഡ് ബൈ 3/2 ഇൻറ്റു 0 to 64 എന്നുള്ള റീജിയൻ എടുത്താൽ 8/3 ഇൻറ്റു 64ൻ്റെ റൂട്ട് 64 റേസ് ടു 1/2 റേസ് 3 ആണ്. അപ്പോൾ 8 ക്യൂബ് കിട്ടും. സോ 8/3 ഇൻറ്റു 8 ക്യൂബ് എന്നാണ്. ഈ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യണം. വാട്ട് ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 8⁻⁴/3 മൈനസ് 1/2 ഇൻറ്റു 64 ഇൻറ്റു 32 ഇതാണ്. സോ 64 ഇൻറ്റു 64/3 മൈനസ് 64 ഇൻറ്റു 32 ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ നമുക്ക് 64ഉം 32ഉം കൂടെ ഉള്ള കോമൺ ആക്കി എടുക്കാം. Then this become 2/3 minus 1/2. So 64 into 32 into 4 minus 1 divided by 6 ആണ്. That's 64 into 32 into 3/6 ആണ്. ഇവിടെ നമുക്ക് 2 കിട്ടും, 32 വരും. So 1024. It is equal to 64 into 32 into 4 minus 3 divided by 6. That is equal to 64 into 32 into 1 divided by 6. So that should be 32 into 32 divided by 3. So 1024/3 is the answer which is given in our option 2. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കിടപ്പുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതിൽ 2 ലോഗ് കിടപ്പുണ്ട്. ഒന്ന് ഈ ലോഗ്, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. രണ്ടാമത്തെ ഈ ലോഗ് കിടക്കുന്നത് 1 മൈനസ് ലോഗ് ബേസ് 4 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. 1 ഗ്രേറ്റർ ദാൻ ലോഗ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 എന്നാണ് വരിക. വിത്ത് ബേസ് 4 ആണ്. അപ്പോൾ 4:1 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ആണ്. ഫോർ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 ഈസ് ലെസ് ദാൻ 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 7 2ആയിട്ട് എടുക്കാൻ പറ്റും. ഇറ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 7 ഈസ് ലെസ് ദാൻ 0. എക്സ് ബിലോങ്സ് ടു 2,7 ആണ്. ഇവിടെ ഇത് വരുമ്പം ദിസ് വിൽ ബി എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 6 ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എക്സ് ലെസ് ദാൻ 3 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 6 ആണ് കേട്ടോ. സോ 2 3 6 7 ഇത്രയും വാല്യൂസാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്കായിരിക്കണമെന്നുമുണ്ട്. ഇതിൻ്റെ രണ്ടിൽ ഔട്ടറിലാണെന്നുണ്ട്. സോ വി ക്യാൻ സി ദി ആൻസർ ഈസ് ആക്ച്വലി ദിസ് ടു റീജിയൻ ആണ് ഫീസിബിൾ ആകുന്നത്. സോ ദി ആൻസർ എക്സ് ബിലോങ്സ് ടു 2,3 യൂണിയൻ 6,7 ആണ്. അപ്പോൾ ഇത് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണ്. യു ക്യാൻ സി ദാറ്റ് ഷുഡ് ബി ദി ആൻസർ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യു ഗോട്ട് ദാറ്റ് ഇറ്റ്സ് 18 കിട്ടും. 2,3 6,7 എന്നുള്ളതാണ് ആൻസർ ഈസ് 18. ഓപ്ഷൻ 1 ആണ്.
അടുത്തത് probability that a random variable x takes the values of x given by p of x is that is p of x is equal x എന്ന് പറയുന്നത് is equal to k into x plus 1 the whole raised to into 3 raised to minus x ആണ്. അപ്പം സിഗ്മ എക്സ് is equal to 0 to infinity എന്ന് പറയുന്നത് p of x is equal to x എപ്പോഴും 1 ആയിരിക്കണം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സിഗ്മ k into സിഗ്മ എക്സ് പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു മൈനസ് എക്സ് 0 to infinity ആണ്. ഇറ്റ് ഷുഡ് ബി 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതൊരു സീരീസ് എസ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എസ് ദെൻ കെ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് സിംപ്ലസ് ആയിട്ട് എസ് ഇസിക്കൽ 1 ബൈ എസ് കെ ഇസിക്കൽ 1 ബൈ എസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എസ് ഫൈൻഡ് ചെയ്യലാണ് പണി. അത് സീക്വൻസ് ആൻഡ് സീരീസിലോട്ട് പോകും. എസ് സീക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 3 റേസ് ടു 0 പ്ലസ് 1 കൊടുത്താൽ 2 ഇൻറ്റു 3 റേസ് ടു 1 ബൈ 3 എന്ന് കിട്ടും. അല്ല 3 ബൈ 1 ബൈ 3 പ്ലസ് 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 ക്യൂബ് ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3 2r പ്ലസ് 3r സ്ക്വയർ പ്ലസ് 4r ക്യൂബ് ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഇപ്പോൾ ഇവിടെ 6 കൊണ്ട് ഗുണിച്ചാൽ എസ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ r പ്ലസ് 2r സ്ക്വയർഡ് പ്ലസ് 3r ക്യൂബ് എറ്റ്സെട്ര ടു ഇൻഫിനിറ്റി ആണ്. വേറെ r ഇസ് ഈക്വൽ 1 ബൈ 3 എന്നാണ്. r 1 ബൈ 3 ആകുമ്പോൾ സോ എസ് ഇൻറ്റു 1 minus r is equal to 1 plus r square plus etc. infinity ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പം that is 1 by 1 minus r എന്നാണ്. So s into 1 minus r equal to therefore s into 1 minus 1 by 3 is equal to 1 minus 1 minus 1 by 3 is equal to 3 by 2 എന്നാണ്. Therefore s into 2 by 3 is equal to 3 by 2 ആണ്. Therefore s is equal to 9 by 4 എന്ന് കിട്ടും. അപ്പോൾ നോക്കി എസ് 9 by 4 ആണ് എൻ്റെ സം ടു ഇൻഫിനിറ്റി. അവിടെ നമുക്ക് ഈ കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ കെ ഇൻറ്റു 9 by 4 ഇസ് ഈക്വൽ 1 ആണ്. സോ കെ ഇസ് ഈക്വൽ 4 by 9 ആണ് കിട്ടുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ 4 by 9 ആണെങ്കിൽ ദെൻ വാട്ട് അബൌട്ട് ദ വാല്യൂ ഫോർ പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ. കെ നമുക്ക് 4 by 4 ആണ്. അതുകൊണ്ട് ആൻസർ ഇട്ട് എഴുതിയേക്കരുത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 സബ്ട്രാക്ട് ചെയ്യണം. സോ പി ഓഫ് നമുക്ക് എക്സ് ലെസ് ദാൻ 3 വരുമ്പം എക്സിൻ്റെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 1 2 ഇത്രയും നമ്മൾ കുറച്ച് കളയേണ്ടി വരും. അതിനി ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് കൂട്ടിയെടുത്താൽ മതിയാവും. നമ്മളെ സംബന്ധിച്ച് കെയുടെ വാല്യൂ കണ്ടതാണ്. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 by 9 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു ബൈ 3 റേസ് ടു എക്സ് ആണ്. അപ്പോൾ പി ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 4 by 9 എന്ന് തന്നെ കിട്ടും. ഇവിടെ 1 ആണ്. പി ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ 4 by 9 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 ആണ്. എസ് 8 by 27 ആണ്. അടുത്ത പി ഓഫ് 2 എടുക്കുമ്പം നമുക്ക് 4 by 9 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 സ്ക്വയർ ആണ്. സോ ഒരു 3 ഇട്ടിട്ട് സോ 4 by 27 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് 1 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. സോ ആൻസർ ഇതിൻ്റെ മൂന്നിനും കൂടി സമ്മ് 4 by 9 പ്ലസ് 8 by 27 പ്ലസ് 4 by 27 ആണ്. സോ ഔട്ട് ഓഫ് 27 എടുക്കുമ്പം 12 പ്ലസ് 8 പ്ലസ് 4 ആണ്. ദാറ്റ്സ് 24 ഡിവൈഡ് ബൈ 27 ആണ്. ഇത്രയും വാല്യൂ നമ്മൾ ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇതാണ് വാല്യൂ ഹിയർ. സോ ദ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ആംഗിൾ 3 എന്ന് പറയുന്നത് 1 മൈനസ് 24 by 27 ആണ്. ദാറ്റ്സ് ഈക്വൽ 3 ഡിവൈഡ് ബൈ 27 ആണ്. ദാറ്റ്സ് ഈക്വൽ 1 by 9 എന്ന് കിട്ടും. ഇതാണ്. സോ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. കെയുടെ വാല്യൂ കണ്ടിട്ട് വീണ്ടും ഒരു സ്റ്റേജും കൂടി മുന്നോട്ട് പോകുന്നത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് സീക്വൻസ് ആൻഡ് സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സം എടുക്കാനുണ്ട്. ഇതെല്ലാം നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തേക്കാം. അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് y ഈക്വൽ y of x ബി എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി ബി ഡി സർ പ്ലസ് 3 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് വൈ ദിസ്. അതിൽ നമുക്ക് ഈ ഒരു പ്രത്യേകത ഇവിടെ y കോമൺ ആക്കി എടുത്താൽ dy ബൈ ഡി എക്സ് പ്ലസ് 3 സീക്കൻ സ്ക്വയർ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ സി സ്ക്വയർ എക്സ് ആണ്. ഇറ്റ്സ് എ ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ പി നമുക്ക് 3 സീക്കൻഡ് സ്ക്വയർ എക്സ് ആണ്. ദഫർ ഇൻ്റർവൽ പി ഡി എക്സ് ഈക്വൽ 3 ടാൻ എക്സ് ആണ്. ദഫർ ഐ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു 3 ടാൻ എക്സ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഈസിയായിട്ട് എഴുതാം. സോ സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഇ റേസ് ടു 3 ടാൻ എക്സ് is integral sec square x into e raised to 3 tan x dx.
സോ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡി ടി ആയിട്ട് പോകും. c⁻³ tan x / 3 എന്ന് കിട്ടും. പ്ലസ് സി ആണ് y⁻³ tan x ഇങ്ങനെയാണ് വരിക. എന്നാൽ ഇവിടെ പറയുന്നത് y of 0 1/3 e³ എന്നാണ്. എക്സിന് 0 എടുക്കുമ്പോൾ വെൻ x = 0 y 1/3 പ്ലസ് e³ എന്നാണ്. ഇസ് ഈക്വൽ ടു ഇവിടെ 1/3 പ്ലസ് സി എന്നാണ്. സോ 1/3 എണ്ണം കട്ടായി പോയാൽ ഈ നമുക്ക് c³ ആണ്. സോ വി ക്യാൻ സി y into e⁻³ tan x is equal to 1/3 e⁻³ tan x പ്ലസ് e⁻³ എന്നാണ്. വെൻ x = π/4 കൊടുത്തു കഴിഞ്ഞാൽ വെൻ എക്സിന് π/4 കൊടുത്തു കഴിഞ്ഞാൽ y into e⁻³ എന്ന് കിട്ടും. ഇത് 1 ആണ്. = 1/3 into e⁻³ പ്ലസ് e⁻³ ആണ്. സോ വി ക്യാൻ ക്യാൻസൽ e⁻³ ഫ്രം ഓൾ. സോ y = 4/3 എന്ന് കിട്ടും. സോ y of π/4 4/3 ആണ്. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. Z1, Z2, Z3 belongs to C are vertex of an equilateral triangle whose centered is Z0 ആണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ 3 പോയിന്റ് കിടപ്പുണ്ട്. ഇത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ആക്സസ് ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ പോയിന്റ് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ദ ഒറിജിൻ ടു ഉണ്ടോ, ഷിഫ്റ്റ് ദ ഒറിജിൻ ടു Z0 ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഈ പോയിൻ്റാണ് നിങ്ങളുടെ ഒറിജിൻ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന 3ഉം ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഇങ്ങോട്ട് ഇതെങ്ങനെ അവർ ഈക്വൽ ഡിസ്റ്റൻസിലുമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് 120 2π/3 ഇങ്ങോട്ട് റൊട്ടേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് Z1 ആണെന്ന് വെച്ചോ. ഇഫ് Z1 ഈസ് ഈക്വൽ ടു എ ഒരു നമ്പർ ആണെങ്കിൽ അത് കോംപ്ലക്സ് നമ്പർ ആയാലും കുഴപ്പമില്ല. Z2 നമുക്ക് a into e⁻⁻θ ആണ്. തീറ്റ 2π/3 ആണ്. അതുപോലെ Z3 എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. a into e⁻²θ ആണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് Z0 0 ആയിട്ടങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ വാട്ട് ഇസ് Z1 മൈനസ് Z0? അത് ഇറ്റ് സെൽഫ് a e⁻²π/3 ആണ്. അതുപോലെ തന്നെ ആദ്യത്തത് a തന്നെയാണ്. യെസ്. രണ്ടാമത്താണ് Z1 മൈനസ്. സോ Z1 മൈനസ് Z0 എന്ന് പറയുന്നത് a into e⁻⁻θ. Z3 മൈനസ് Z0 is equal to a into e⁻²θ ആണ്. വേറെ തീറ്റ is 2π/3. ഇനി നമ്മുടെ ചോദ്യം, ഇത് 3ൻ്റെ സ്ക്വയർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞേക്കാം. സിഗ്മ n is equal to 1 to 3. അത് 1 to 3 എന്നാണോ അതോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഏതെടുത്താലും ശരി. യെസ് 1 to 3 ആണ്. ZK അല്ലെങ്കിൽ Zn മൈനസ് Z0 raised to 2 ആണ്. എന്നുണ്ടെങ്കിൽ ഇതിന് 3ൻ്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടാം. സോ a² പ്ലസ് a² into 2i⁻θ പ്ലസ് a² into e⁻⁴i⁻θ എന്നാണ്. ഇനിയിപ്പോൾ ഇതിൽ a² കോമൺ ആക്കി എടുക്കുക. ഇൻറ്റു 1 പ്ലസ് e⁻²θ e⁻⁴π/3i ആണ്. പ്ലസ് 4 വരുമ്പം e⁻⁸i⁻⁵ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു a² into 1 പ്ലസ് e⁻⁵ into e⁻⁴ പ്ലസ് e⁻²i⁻ into e⁻²π/3 വരും. സോ ഇറ്റ് ഈസ് വാട്ട് -1 ആണ് അല്ലേ. ഇത് 0. സോ ദാറ്റ്സ് ഈക്വൽ a² into 1 പ്ലസ് -1 കൊടുത്താൽ -1/2 മൈനസ് i√3/2 പ്ലസ് -1/2 പ്ലസ് i√3/2. ഇതാണ് ആൻസർ. സോ ഇത് രണ്ടും കൂടി കുട്ടി ക്യാൻസൽ ആയിപ്പോൾ ഇത് -1 ആണ് പോയാൽ നമുക്ക് a² into 0 ആണ് ഡയറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഷിഫ്റ്റ് ഒറിജിൻ എന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. 4 - √3 into sin x minus 2 √3 into 1 minus sin square x is equal to -4 into 1 minus √3 divided by 1 minus 3 എന്നാണ്. സോ 4 - √3 into ഞാൻ ഇതിനെ t എന്ന് വിളിക്കുന്നു -2 √3 into പ്ലസ് 2 √3 t² is equal to -2 into 1 minus √3 ഇങ്ങനെ വരും. So it is 2 √3 t² minus √3t
minus 4 minus root 3 t minus 2 equals 0. This we can transform the form 2 root 3 t square plus 4t minus root 3t minus 2 equals 0. ഇത് രണ്ടും കൂടി root 3t കോമൺ ആക്കി എടുക്കാം. അപ്പോൾ 2t minus 1 ഉണ്ടാവും, പ്ലസ് 2 കോമൺ ആക്കി എടുക്കാം. സോ 2t minus 1 equals 0 വരും. സോ വി ക്യാൻ ചൂസ് 2t minus 1 ആസ് എ കോമൺ ഫാക്ടർ ഇൻറ്റു root 3t plus 2 equals 0 എന്ന് കിട്ടും. സോ t equal 1/2 ഉണ്ട്, t is equal minus 2/√3 ഉണ്ട്. ഇവിടെ ഈ root 3യുടെ വാല്യൂ root 3 ഈസ് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ -1 വരും. ഇത് ഫീസിബിൾ അല്ല, ബിക്കോസ് സൈൻ എക്സ് നമുക്ക് 1/2 സൈൻ എക്സ് നമുക്കിത് ഫീസിബിൾ അല്ല. -2/√3 ഫീസിബിൾ അല്ല. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചോദ്യം നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ചോദിക്കുന്നത്. യു വാണ്ട് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ 1/2 എന്ന് പറയുന്ന സൊല്യൂഷൻ -2π/2πയുടെയും 5π/2ൻ്റെയും ഇടയ്ക്ക് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് ഇത് നിങ്ങൾ ഗ്രാഫിക്കലായിട്ട് നോക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എക്സ് വൈ ആക്സിസ് എടുത്തിട്ട് സൈൻ എക്സിൻ്റെ കർവ് ഇങ്ങനെയാണ് 2π വരെ. അപ്പം ഇത് 2π + π/2. അപ്പോൾ ഒരു പീസും കൂടി ഇങ്ങ് എടുക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടം വരെയാണ് 5π/2. ഇത് 2π ആണ്. ഇനി ഇവിടുന്ന് വരികയാണെങ്കിൽ അതിങ്ങനെയും വരും, ദിസ് -2π. സോ റീജിയൺ എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് തന്നെ ഇവിടം വരെയാണ്. ഇതിൽ സൈൻ തീറ്റ 1/2 വരുന്ന നമ്പർ ഇവിടെ 1/2 എടുത്തിട്ട് ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി എത്ര എണ്ണം ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയാൽ മതി. അതിൻ്റെ അവിടെ നിൽക്കുന്നത് നോക്കിയാൽ മതി. സോ ഇവിടെ ഒരു പോയിൻ്റ് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്, ഇതെടുക്കാൻ പറ്റുന്നുണ്ട്, ഇതെടുക്കാൻ പറ്റുന്നുണ്ട്, ഇത് പറ്റുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഇവിടെയും വരുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫീസിബിൾ വാല്യൂസ് ഓഫ് എക്സ് വിച്ച് ഇസ് സാറ്റിസ്ഫാക്ടറി കറസ്പോണ്ടിംഗ്ലി ദാറ്റ്. കൗണ്ടാണ് 1 2 3 4 5 5 ആൻസർ കിട്ടുന്നതാണ്. ഇതിൽ ഈ ക്വസ്റ്റിനകത്തൊരു കറക്ഷൻ കിടക്കുന്നത് ഇത് 29 അല്ല, ഇത് 2a എന്നാണ് കേട്ടോ. ഇവിടുത്തെ എ തരുന്നുണ്ട്. മിനിമം ഏരിയ എൻക്ലോസിങ് ദി എലിപ്സ് ഇ വിത്ത് എക്സെൻട്രിസിറ്റി 1/2 ആൻഡ് +or-2. ഇത് എക്സ് ആക്സിസിലാണ് ഫോക്കസ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നെ എടുക്കാൻ പറ്റുമല്ലേ. എ ഇ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ a × 1/2 നമുക്ക് 2 ആണ്. സോ എ നമുക്ക് 4 ആണ്. അതുപോലെ റൂട്ട് ഓഫ് a² - b² എന്ന് പറയുന്നത് 2 ആണ്. ഫോർ a² - b² 4 ആണ്. സോ 16 - b² നമുക്ക് 4 ആണ്. സോ b² നമുക്ക് 12 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ആക്ച്വലി x² / 16 + y² / 12 = 1 എന്നാണ്. ഇനി പറയുന്നത് ഇക്വേഷൻ കിട്ടി. PQR be a variable triangle whose vertex P lies on the circle and QR parallel to that of mirror axis C and contain. C is a circle of minimum area enclosing the ellipse. അപ്പോൾ ഒരു എലിപ്സിനെ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഒരു എലിപ്സ് എടുത്തിട്ട് ഇതിനെ എൻക്ലോസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അത് മിനിമം ഏരിയ ഉണ്ടാകണമെങ്കിൽ ഈ സർക്കിൾ കറക്റ്റ് നമ്മുടെ ഓക്സിലറി സർക്കിൾ, ഇതാണ് ഏറ്റവും ചെറിയ സർക്കിൾ. അല്ലാതെ ഒരു സർക്കിൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 2a ആയിരിക്കും, ഇപ്പോൾ റേഡിയസ് a ആയിരിക്കും. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം PQR is a variable triangle whose vertex P on the സർക്കിൾ എവിടെയെങ്കിലും വരണം. ആൻഡ് QR is length 2a എന്ന് പറയാൻ ലെങ്ത് 2a വരുമ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 8 യൂണിറ്റ് ആണ് ലെങ്ത് വരിക അല്ലേ. യെസ്, a² 16 ആണ്, a നമുക്ക് 2 ആണ്. അപ്പോൾ ഇത് ഈ നീളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ നീളമാണ് അതിൻ്റെ ഈ 2a എന്ന് പറയുന്നത്. ഈ നീളം ഉണ്ടായിരിക്കണം ആ ട്രയാങ്കിളിൻ്റെ ഒരു കോർഡിനേറ്റ്. ആൻഡ് പാരലൽ ടു ദ മേജർ ആക്സിസ് E ആൻഡ് വിച്ച് കണ്ടിന്യൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് E വിത്ത് -y. ഓക്കെ, അപ്പം നമ്മുടെ y ആക്സിസ് ഉണ്ടല്ലോ, ഇതാണ് നെഗറ്റീവ്. ഇതുമായിട്ട് മേക്ക് ഔട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ കൂടെ ഈ നീളത്തിൽ പോകുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഇപ്പം ഈ ലൈന് ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആ ട്രയാങ്കിൾ നമുക്ക് ഏത് പോയിന്റിനുള്ളിൽ എടുക്കാം. ഇതിങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഉണ്ടോ?
അപ്പോൾ നമ്മുടെ ചോദ്യം ഇതിൽ മാക്സിമം കിട്ടുന്ന ഏരിയ എവിടെയാണ്? ലെറ്റ് സി ബി ദ സർക്കിൾ ഓഫ് മിനിമം ഏരിയ എൻക്ലോസിങ് ഓഫ് ദ സർക്കിളാണ്. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഇസ് ദ മാക്സിമം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. ഇത് മാക്സിമം ഏരിയ ഉണ്ടാകണമെന്ന് നോക്കി ഇതിങ്ങനെ ഹൈറ്റ് അല്ലേ, ഇതിൻ്റെ മാക്സിമം പോയിന്റ് ഈ ഹൈറ്റ് കിട്ടുന്നിടത്ത് ഇതിനാണ് ഏറ്റവും വലിയ പോയിന്റ്. അപ്പോൾ ഈ നീളം കിട്ടും. മാക്സിമം ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ദണ്ട് ഈ ട്രയാങ്കിളാണ്. ദിസ് ട്രയാങ്കിൾ വിൽ പ്രൊവൈഡ് ദ മാക്സിമം ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഈ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ 2 ഇത് 8 യൂണിറ്റ്, ഇവിടെ 4 ഇവിടെ 4 8 ഈ ഹൈറ്റ് കിട്ടിയാലും മതി. ഈ ഹൈറ്റിന് പ്രത്യേകത കണ്ടോ, ഇത്തരത്തിൻ്റെ അകത്ത് ഇത് ബി ആണ്, ഈ കിടക്കുന്നത് നമ്മുടെ എയുമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് യു ക്യാൻ സീ 4. വട്ട് ഇസ് ബി? ബി നമുക്ക് √12 അല്ല, അതെ √12. അപ്പോൾ എ ഈ നീളം, സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 8 × 1/2 × 8 × 4 പ്ലസ് ഇവിടെ 2√3 ആണ്. അപ്പോൾ കഴിഞ്ഞു. നമുക്ക് ആൻസർ 4 × 4 + 2√3 ഇസ് റിക്വയർഡ് ആൻസർ ഫോർ ദിസ് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ആ ഫിഗർ വരച്ചിട്ട് ആൻസർ എടുത്തേക്കുന്നിടത്താണ് കാര്യമുള്ളത്. സോ ഈ 2 കോമൺ ആക്കിൽ 8 × 2 + √3 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കവിടെ 4ാമത് കിടപ്പുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കർവ് y² = 8x, അതൊരു പരാബിളയാണ്. ആൻഡ് s² + അതൊരു സർക്കിളാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് കർവ് ഇങ്ങനെ നമ്മൾ ഒരു പരാബിളയും ഒരു സർക്കിളും ആണെങ്കിൽ ഓർക്കേണ്ടത് ഇതിൻ്റെ നോർമൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോർമൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കടത്തി വിടണം. അപ്പോൾ ഉണ്ടാകുന്ന ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഈ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് കണ്ടീഷൻ. ഇത് സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് d ആണെങ്കിൽ, ഇത് r ആണെങ്കിൽ r + d ആണ് ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവുന്ന ഡിസ്റ്റൻസ്. ഉണ്ടോ ഈ d. അപ്പോൾ അത് നമുക്ക് d കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അറിയേണ്ടത് ഈ പോയിൻ്റാണ്. ഈ പോയിൻ്റ് എടുക്കാനുള്ള മാർഗം നോക്കി, y² = 8x അല്ലേ, അതിൻ്റെ അകത്ത് എ നമുക്ക് 2 ആണ്. അപ്പോൾ ഇനി പോയിൻ്റ് at², 2at എന്ന് കാണുന്നതിന് പകരം ഈ എക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2t², 4t ആണ് ഇനി പോയിൻ്റ്. ഇനി നോർമൽ അറ്റ് ടി എന്ന് പറയുന്നത് y + xt = 2at + at3. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് സാറ്റിസ്ഫാക്ടറി ആണ്. ഇത് 2 ആയതുകൊണ്ട് y + xt = 4t + 2t3. ഇതാണ് നോർമൽ. ഇത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് കടത്തി വിടണം. അപ്പോൾ പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷനോട്ട് പോയിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കണം. വാട്ട് സെൻറ്റർ ഓഫ് ദ സർക്കിൾ? ഈ സെൻറ്റർ പ്രത്യേകതയുണ്ട്. x കോർഡിനേറ്റ് 0 y കോർഡിനേറ്റ് 6 റേഡിയസ് എന്ന് പറയുന്നത് √0 + 36 - 35 ആണ്. ദാറ്റ്സ് 1 ആണ്. അപ്പോൾ റേഡിയസ് ഇവിടെ 1 യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെയുമാണ്. അപ്പോൾ ആ പോയിൻ്റ് കൂടെ ഇതിനെ കടത്തി വിട്ടാൽ 6 + 0 x കോർഡിനേറ്റ് 0 ആണ് = 4t + 2t3. ഇവിടെ നമുക്ക് t³ ഫൈൻഡ് ചെയ്യണം. ദഫർ 2t³ + 4t - 6 = 0. t³ + 2t - 3 = 0. ഒബ്വിയസ്ലി ടിക്ക് നമുക്ക് 1 കൊടുത്താൽ മാത്രമേ സാറ്റിസ്ഫാക്ടറി ആവുള്ളൂ, ഒറ്റ പോയിൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 2 കിട്ടി. ഇപ്പോൾ ടിക്ക് 1 ആണെങ്കിൽ ഈ പോയിൻ്റ് എങ്ങനെ മാറി നോക്കി, 2, 4. ഇതാണ് ആ പോയിൻ്റ്. ഇവിടുന്ന് സെൻട്രലിൽ നിന്ന് ഉണ്ടാകുന്ന നോക്കി, ഇപ്പോൾ ഈ സർക്കിൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ പരാബിള നമുക്ക് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ എടുക്കുന്ന ഈ പോയിൻ്റ് 2, 4 ആണ്. ഇത് നമുക്ക് 0, 6 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ ആദ്യം എടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 - 0 the whole square + 4 - 6 the whole square ആണ്. സോ 4 + 4 √8 ആണ് കിട്ടുന്നത്. അത് 2√2 ആണ്. അപ്പോൾ ഇവിടുന്ന് അവിടെ വരെ √2, ഇത് 1 യൂണിറ്റുമാണ്. സോ ഷോർട്ടർ ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഉത്തരമായിട്ട് വരിക. സോ √2 - 1 ബി ദി ആൻസർ. ഓപ്ഷൻ ഇവിടെ 4 ആയിട്ട് കിടപ്പുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 19. നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 7, 10, 11 ഫ്രം ദ ലൈൻ x - 4 അലോങ് ദ ലൈൻ ദിസ്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുക്കുക, 7, 10, 11. എന്നിട്ട് ഈ ലൈൻ ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. ഇതിലെ ജനറൽ പോയിൻ്റ് എന്ന് പറയുന്നത് ലാംഡ കൊടുത്താൽ കിട്ടുന്നതാണ്. ദാറ്റ് ഇസ് ലാംഡ + 4, 0 + 4, ദാറ്റ് ഇസ് 4 itself, ആൻഡ് 3 ലാംഡ + 2 ഈസ് എ ജനറൽ പോയിൻ്റ് Q എന്ന് ഞാൻ എടുത്ത് ഇത് P ആണ്. അപ്പോൾ ഈ ഡയറക്ഷൻ റേഷ്യോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് PQ, അത് കാണുന്നത് വളരെ എളുപ്പമാണ്. എനിക്കിത് കുറച്ചാൽ കിട്ടുന്ന ലാംഡ - 3, 4 - 10, ദാറ്റ് ഇസ് -6. അതുപോലെ തന്നെ 3 ലാംഡ - 11, 2, ദാറ്റ് ഇസ് 3 ലാംഡ - 9 + 9. ഇതാ നോക്കി,
2ൽ നിന്ന് നോക്കി ഇവിടുന്ന് തിരിച്ചാണ് കുറച്ച്. അപ്പം 11 കുറച്ചപ്പോഴാണ് -9 വരേണ്ടത് കേട്ടോ. ഇത് +9 അല്ല -9 ആണ്. യെസ്. അപ്പോൾ ഇത് ലൈനാണ്. ഈ ലൈൻ ഏത് ലൈനാണ്? ഇതിന് പാരലാണ്. ഇറ്റ് ഇസ് പാരലൽ ടു ദിസ് ലൈൻ. ഉണ്ടോ? ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2, 3, 6 ആണ്. അതിവിടെ പറയാം എലോങ് ദ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പാരലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിടക്കുന്നത് പ്രൊപ്പോർഷനേറ്റിംഗ് വിത്ത് നമ്മുടെ ഈ സംഗതിയാണ്. അതാ 2, 3, 6 ആണ്. So we can see that is a lambda minus 3 divided by 2 is equal to minus 6 divided by 3 is equal to 3 lambda minus 9 by 6 ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇക്വേഷൻ കൂടെ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ദോർ ലാംഡ മൈനസ് 3 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -2 ആണ്. സോ ലാംഡ മൈനസ് 3 ഈക്വൽ -4. നമുക്ക് ലാംഡ എസ് ഈക്വൽ -1 കിട്ടും. അതിവിടെ കൊടുത്താലും സാറ്റിസ്ഫാക്ടറി ആണ്. നോക്കി -6 എടുത്താൽ ഇതേ ആൻസർ 12/2 കിട്ടും. സോ ലാംഡ -1 ആണ്. ലാംഡ -1 ആണെങ്കിൽ വി ക്യാൻ സി ദ പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് 3, 4, -1. ദിസ് ഇസ് ദ കോർഡിനേറ്റ്. നമ്മുടെ ചോദ്യം വാട്ട്സ് ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് രണ്ടിനും ഡിസ്റ്റൻസ് എടുക്കാം. ഓൾറെഡി ഉള്ള പോയിന്റ് 7, 10, 11. So how to find the distance d is equal to root of 7 minus 3 whole square 16 plus 6 into square 36 plus 12 144 ആണ്. So 144 36 0 8 1 196 and root 196 14 ആണ്. So answer 14 ആണ്, which is given in our സെക്കൻഡ് ഓപ്ഷൻ. ഇത് നമ്മുടെ സീക്വൻസ് ഇൻഫിനിറ്റ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ സീക്വൻസിൻ്റെ അകത്താണ്. അതിങ്ങനെയാണ് e⁻x = 1 + x / 1 ഫാക്ടറൽ പ്ലസ് x² / 2 ഫാക്ടറൽ പ്ലസ് എറ്റ്സെട്ര. ഇങ്ങനെയാണ്, ഇൻഫിനിറ്റിയാണ്. ഇത് നമ്മൾ സാധാരണ ഇതിൽ സിഗ്മ r = 0 x⁻r ഫാക്ടറൽ എന്ന് എഴുതും. ടു ഇൻഫിനിറ്റിയാണ്. ഇത് ഓർക്കേണ്ടത് ഇത് ഒരു ഫൈനൈറ്റ് കൗണ്ടായിട്ട് വരുമ്പോഴും ഇതിൻ്റെ പുറകോട്ട് ഒരിക്കലും പോകാറില്ലെന്നാണ്. പുറത്തെന്ന് പറഞ്ഞാൽ അത് 1/8 വരും. അപ്പോൾ പിന്നെ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ് വരും. 1/x വരാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി ദിസ് പവർ ഷുഡ് ബി r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കേണ്ടത്. -1 ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പൊണൻഷ്യൽ കേസിൽ വരാറില്ല. ഇനി നമ്മൾ ആറിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ വല്ല മനസ്സ് വന്നാൽ യു ക്യാൻ ഇഗ്നോർ ദം ആൻഡ് ചൂസ് ദ റൈറ്റ് സൈഡ് പോയിന്റ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചു, സിഗ്മ r = 0 to 8 1/r - 3 ഫാക്ടർ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആരെങ്കിലും 0 ഇവിടെ കൊടുത്തിട്ട് മൈനസ് ടേം വരികയാണെങ്കിൽ ആ ടേമുകളൊക്കെ ഇഗ്നോർ ചെയ്ത് പോയിട്ടാണ് എപ്പോൾ 0 തുടങ്ങുന്നുണ്ടോ അവിടെ തൊട്ട് നമുക്ക് ഫൈനൈറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് സെയിം ആയിട്ട് ഇത് ഇൻഫിനിറ്റിയാണേ. അപ്പോൾ 0 ഇവിടെ കൊടുത്താൽ 0 - 3 -3 എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട. പിന്നെ അതിൻ്റെ അടുത്ത 1 കൊടുത്താൽ - അത് എടുക്കണ്ട, 2 കൊടുത്താൽ അത് എടുക്കണ്ട, 3 എടുക്കുമ്പോൾ തൊട്ടുള്ള എടുത്താൽ 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 - 3 0 കിട്ടും. എന്നിട്ട് നമുക്ക് ഈ പാറ്റേണിലോട്ട് കൊണ്ടുപോയി എഴുതിയാലും മതി. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാവും, സിഗ്മ 1 to infinity x⁻r ഫാക്ടറൽ. ഇത് നമ്മൾ എഴുതുമ്പം x/1 ഫാക്ടറൽ പ്ലസ് x² / 2 ഫാക്ടറൽ ഇങ്ങനെ പോരുകയാണെങ്കിൽ അതിനെ e⁻x -1 കൊടുക്കണം. ഇതിൻ്റെ അത് 1 ഉണ്ടായിരുന്നില്ല. സിഗ്മ 0 to infinity x⁻r എന്ന് എഴുതി വന്നാൽ അത് ഈ തന്നെ എഴുതാം. താഴോട്ടെങ്ങാനും പോയാൽ ഉണ്ടെന്നേക്ക് സിഗ്മ r = 0 to infinity x⁻r - 1 r - 1 ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഓർത്തേക്കണം, ഇതൊരിക്കലും ഈ പുറകോട്ട് പോകേണ്ട കാര്യമില്ല, തിരിച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ 1 തൊട്ട് കൺസിഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഈ പ്രോബ്ലത്തിൽ ചെല്ലുമ്പം പറയുന്ന ചോദ്യം, ഇതിൽ ഈ കിടക്കുന്ന ടേമുണ്ട്. നമ്മൾക്ക് T2 എന്ന് പറയുന്നത് 1 + 3 / 2 ഫാക്ടറിലാണ്. T3 എന്ന് പറയുന്നത് 1 + 3 + 5 / 3 ഫാക്ടറിലാണ്. അപ്പോൾ Tn എന്ന് പറയുന്നത് 1 + 3 + 5 + എറ്റ്സെട്ര പ്ലസ് 2n - 1 all / n ഫാക്ടറിലാണ്. ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ Tn സിംപ്ലിഫൈ ചെയ്ത് ഒരു AP ആണ്, n ടേംസിൻ്റെ AP ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ n/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാണ് / n ഫാക്ടറിലാണ്. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് 2 ആൻഡ് വി ഗോട്ട് n² / n ഫാക്ടറിൽ ഇങ്ങനെ വരും. ഇത് നമുക്ക് സം ഓഫ് ഓഡ് നമ്പേഴ്സ് എപ്പോഴും n² വരിക, n ടേംസ് എടുത്താൽ. അപ്പോൾ n² / n എന്നുള്ളതിന് നമുക്കൊരു n കട്ട് ചെയ്ത് കഴിഞ്ഞാൽ n / n - 1 ഫാക്ടറിന് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ Tn. അപ്പോൾ നമ്മുടെ റിക്വയർഡ് സം ഉണ്ടല്ലോ, അവർ സം റിക്വയർഡ് സം
സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി, ഞാൻ ആറിലോട്ട് മാറ്റിയേ ടി ആർ എന്ന് എഴുതാം. ബേസിക്കലി സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി ഇട്ടിട്ട് ഈ ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടറിന് കൊടുക്കാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമുക്ക് ഈ ആർ ഇവിടെ ആർ മൈനസ് 1 ആയതുകൊണ്ട് തന്നെ മാറ്റുന്നൊരു പണി അത് മാത്തമാറ്റിക്സ് ഇങ്ങനെയാണ്. ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി കൊടുത്തിട്ട് ഇതിനെ ആർ മൈനസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടറിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാക്കി എടുക്കാൻ പറ്റും. രണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി. ദാറ്റ് ഈക്വൽ സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി കൊടുത്തിട്ട് ആർ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടറിൽ നിന്ന് കൊടുക്കാം. പ്ലസ് സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി കൊടുത്തിട്ട് 1 ബൈ ആർ മൈനസ് 1 ഫാക്ടറിൽ നിന്ന് കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കി ഒരു ആർ മൈനസ് കൊണ്ട് പോയിട്ട് സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി ഇങ്ങനെ ആർ മൈനസ് 1 ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആർ മൈനസ് 2 ഫാക്ടറിലാണ്. പ്ലസ് സിഗ്മ ആർ ഇക്വൽ 0 to ഇൻഫിനിറ്റി 1 ബൈ ആർ മൈനസ് 1 ഫാക്ടർ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. എനിക്ക് നമ്മൾ 0 തൊട്ട് കൊടുക്കാൻ പോയാൽ നെഗറ്റീവ് ടൈംസ് വരും. അപ്പോൾ ആ നെഗറ്റീവ് ടൈംസിനെ കളഞ്ഞിട്ട് എപ്പോൾ 0 തുടങ്ങുന്ന ടൈം കിട്ടുന്നു അവിടെ നിന്ന് എടുത്ത് പോയാൽ മതി. അങ്ങനത്തിൽ ഇത് ഇ ആണ്, അതും ഇ ആണ്. സോ യു ക്യാൻ സി ദി ആൻസർ ആസ് ഇതിൻ്റെ ഈ 2 എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇട്ട് എടുത്ത് പോകുന്നു. ദാറ്റ് ഷുഡ് ബി ഇ ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിച്ച സമയം നിൽക്കലാണ്ട. ഇങ്ങനെ വന്നാൽ ആ പോസിറ്റീവ് 0 തൊട്ടുള്ള ടൈമിനെ കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാം. പോസിറ്റീവ് ടൈം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സബ്ട്രാക്ഷൻ കൊടുത്ത് ചെയ്യുക. ഇതാണ് എക്സ്പോണൻഷ്യൽ സീരീസിൻ്റെ അകത്ത് ഉള്ള പണി. അങ്ങനെ ചെയ്ത് പോയാൽ മതിയാവും. നൗ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ആദ്യമേ തന്നെ ഈ ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് ഷുഡ് ബി, ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് ആദ്യമേ ചെയ്യാൻ പറ്റും. ഡിറ്റർമിനൻ്റ് കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ലാംഡ 2 3 4 5 6 7 -1 2. ഇതിൻ്റെ വാല്യൂ -1 കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സി ദറ്റ് ലാംഡ ഈക്വൽ 3 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ ഇതാണ്. ഇനി ഡിറ്റർമിനൻ്റ് എ നമുക്ക് -1 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് എയുടെ സ്ക്വയർ നമുക്ക് 1 ആണെന്നും ഓർക്കണം. എന്തിനാണ് ഞാൻ എഴുതിയ വെച്ചാൽ ഇവിടെ ഒരു ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ കിടപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറയുക ഈ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ് എയുടെ സ്ക്വയർ എന്നാണ്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അതിന് തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല. ലെറ്റ് സി എന്ന് പറയുന്നൊരു പുതിയ ഇതിനെ ഇങ്ങനെ എടുക്കുക. എ ഇൻറ്റു അഡ്ജ് എ സ്ക്വയർ എന്ന് എഴുതുന്നു. ഇപ്പോൾ നോക്കി ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സി എത്ര കിട്ടും നോക്കി. എ സ്ക്വയർ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ. ഇത് നമുക്കറിയാവുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ നമുക്ക് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഇസ് ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ഇൻറ്റു ഐ എന്നാണ്. പക്ഷേ ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ഓൾറെഡി 1 എന്ന് കിട്ടിയായിരുന്നു. സോ എ സി എന്ന് പറയുന്നത് ഐ ആണ്. എ സി ഐ ആണെങ്കിൽ സി എത്രയാണ്? സോ സി ഇസിക്കൽ എ ഇൻവേഴ്സ് ആണ്. ഇപ്പോൾ നോക്കി നമ്മളെ സംബന്ധിച്ച് സി എ ഇൻവേഴ്സ് ആണല്ലേ. എ ഇൻവേഴ്സ് എങ്ങനെ നമ്മൾ എടുക്കുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്നാണ്. നൗ നമുക്കറിയേണ്ട ഒരു കാര്യം, എ ഇൻറ്റു അഡ്ജ് എ എന്നത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആണ്. ദെർഫോർ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എ ആണ് നമുക്ക് ഐ ആയിട്ട് മാറുക. ദെർഫോർ എയുടെ ഇൻവേഴ്സ് ആണ് നമ്മൾ പറയുന്നത് 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന്. സോ വാട്ട് ഇസ് ഇൻവേഴ്സ് ഓഫ് അഡ്ജോയിൻ്റ്? അഡ്ജോയിൻ്റ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് എ ബൈ ഡിറ്റർമിനൻ്റ് എന്നും കയറി വരും. ഇതാണ് ഞാനിപ്പോൾ ഇത് എഴുതിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചേക്കുന്ന സി, നമ്മൾ സജസ്റ്റ് ചെയ്ത സി ഇസ് ഈക്വൽ ടു സി ഇസ് ടേക്കൺ ആസ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ സ്ക്വയർ എന്നാണ്. ഇതാണ് നമ്മൾ എടുത്തത് അല്ലേ. ആ എ സി ആണ് നമുക്ക് ഏറ്റവും അവസാനം എന്ത് കിട്ടിയത്? മൈനസ് അഡ്ജോയിൻ്റ് എന്ന്. സോ ദിസ് വിൽ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് അഡ്ജോയിൻ്റ് എന്നാണ് വന്നത്. ഇതാണ് നമുക്ക് കിട്ടിയത്. സി നമുക്ക് മൈനസ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണെന്ന് നോക്കി. യു വാണ്ട് ടു ഫൈൻഡ് ബി ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജ് സി എന്നാണ്. സോ ബി എന്ന് പറയുന്നത് ബിയുടെ ഇൻവേഴ്സ് അഡ്ജോയിൻ്റ് സി എന്നാണ് വേണ്ടത്. നമ്മുടെ ആ സി റീപ്ലേസ് ചെയ്യുമ്പോൾ സോ വാട്ട് ഇസ് ബി? ബി ഇസ് ഈക്വൽ ടു അഡ്ജ് സിയുടെ ഇൻവേഴ്സ് ആണ്. അഡ്ജ് സിയുടെ ഇൻവേഴ്സ് സി ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് സി ആണ്.
that is equal to minus adjoint C divided by determinant C. You already know that AC I ആണ്. Therefore determinant A into determinant C എന്ന് പറയുന്നത് 1 ആണ്. സോ ഡിറ്റർമിനൻറ്റ് സി നമുക്ക് 1/determinant A എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇട്ട് നോക്കി, മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന് വരും. ഇതാണ് കിട്ടുന്നത്. എനിക്ക് 1/determinant എ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/determinant സി നമുക്ക് ഡിറ്റർമിനൻ്റ് എ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇങ്ങനെ കിട്ടും, സി അഡ്ജ് ആയിരുന്നു, അതിൻ്റെ 1/determinant സി എടുക്കുന്നത് ഇങ്ങനെയും കിട്ടും. ഇവിടെയാണ് നമുക്ക് ബി എന്ന് പറയുന്നത് കിട്ടുന്നത്. സോ വാട്ട് ഇസ് ബി? ബി ഇസ് ഈക്വൽ ദിസ് വൺ ആണ്. സോ ബി ഇസ് ഈക്വൽ നോക്കി മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് വാല്യൂ ഓൾറെഡി -1 കിട്ടിയായിരുന്നു, ദെൻ അഡ്ജ് എ എന്ന് കൊടുക്കാൻ പറ്റും. സോ ബി ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ആണ്. ഇത്രയുമാണ് നമുക്ക് എടുത്തു വെച്ച് വെക്കാവുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റിലോട്ട് പോകണം. അപ്പോൾ ബി നമ്മുടെ അഡ്ജോയിൻ്റ് എന്നാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സോ വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ ഹിയർ? ഇതിൽ നമുക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ലാംഡ 3 ആണെന്ന് കിട്ടി, ബി എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ചെയ്യാമെന്ന് കിട്ടി. ഇത് രണ്ടുമാണുള്ളത്. നമുക്ക് വേണ്ടത് വാട്ട്സ് വാല്യൂ ഫോർ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ബി പ്ലസ് ഐ ആണ്. ഇത് 1 അല്ല, ഐ ആണ് കേട്ടോ. ഇത് എത്ര എന്ന് എടുക്കണം. അവിടെ നമ്മൾ എടുക്കുന്നത് ലാംഡ ബി എന്ന് പറയുന്നത് 3 ഇൻറ്റു ബി ആണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് പി ഇസ് ഈക്വൽ ടു സം 3 ലാംഡ പ്ലസ് ഐ എന്ന് കൊടുക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എ പി എടുത്താൽ എന്താ കിട്ടുന്നത്? 3AB പ്ലസ് എ എന്ന് കിട്ടും. എ ബി എന്താണെന്ന് നോക്കി, വാട്ട് ഇസ് എ ബി? എ ബി എന്ന് പറയുന്നത് ബിയുടെ ഇത് നമുക്ക് അഡ്ജ് എന്ന് എടുത്താണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ 3 ഇൻറ്റു എ ഇൻറ്റു അഡ്ജ് എ പ്ലസ് എ എന്നാണ്. സോ എ ഇൻറ്റു അഡ്ജ് ഡിറ്റർമിനൻ്റാണ്. സോ 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ പ്ലസ് എ എന്നാണ്. ഡിറ്റർമിനൻ്റ് -1 ആണ്. സോ 3 ഇൻറ്റു -1 ഇൻറ്റു ഐ പ്ലസ് എ എന്നാണ്. സോ എ പി എന്ന് പറയുന്നത് ഫോർ എ പി ഇസ് ഈക്വൽ ടു എ മൈനസ് 3i ആണ്. ഇവിടെ നമുക്കുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ എ നമുക്കറിയാം, ലാംഡ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. വാട്ട്സ് എ മെട്രിക്സ്? 3 2 3 ലാംഡയുടെ വാല്യൂ കൂടി കൊടുത്താണ്. 3 2 3 4 5 6 7 -1 2 മൈനസ് 3 0 0 0 3 0 0 0 3 എങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 2 3 4 2 6 7 -2 -1. ദിസ് ഇസ് ആക്ച്വലി എ ഇൻറ്റു പി ആണ്. ഇവിടെയാണ് നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കാൻ പറ്റുക. സോ വാട്ട് ഇസ് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് പി ഈസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് 0 2 3 4 2 6 7 -2 -1. ഇതിൻ്റെ വാല്യൂ ആണ്, ഇത് -1 ആണ്. ഡിറ്റർമിനൻ്റ് പി എടുക്കും. ഡിറ്റർമിനൻ്റ് പി നമുക്ക് ആക്ച്വലി എത്താം ഡിറ്റർമിനൻ്റ് ഓഫ് 3 ലാംഡ പ്ലസ് 1 ആണ്. ഒരല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആൻസർ കൊടുത്ത് ചെയ്ത് പോയാൽ മതി. ആ ഡിറ്റർമിനൻ്റ് കണ്ടു കഴിഞ്ഞാൽ കിട്ടും. ആക്ച്വലി ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഹിയർ. ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കടന്ന 21st പ്രോബ്ലമാണ് കേട്ടോ. നമുക്ക് -38 എന്ന് കിട്ടും ഏറ്റവും അവസാനത്തെ ഉത്തരം. നമുക്ക് ക്വസ്റ്റ്യൻ 22 1 + x + s² എന്ന് പറയുന്നത് അങ്ങനെയാണ്. 1 + x 1 + x + x² is equal to a0 plus a1x plus a2x² plus etc. plus a20x⁻². ഇവിടെ ഇപ്പോൾ x = 1 ഇത് കൊടുക്കുമ്പോൾ നമുക്ക് 3/10 എന്ന് പറയുന്നത് a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് etc. പ്ലസ് a20 കിട്ടും. ഇനി എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും പോയിട്ട് 1 ഈസ് ഈക്വൽ ടു a0 മൈനസ് a1 പ്ലസ് a2 പ്ലസ് etc. പ്ലസ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ a20 ഇപ്പുറത്തെയാണ് -10 വരുന്നത്. സോ വെൻ സബ്ട്രാക്ടിങ് ടുഗദർ ഇറ്റ് വിൽ ഗീവ് ദ ആൻസർ ആസ് 3/10 -1 എന്നുള്ളത് 2a1 പ്ലസ് 2a3 പ്ലസ് etc. പ്ലസ് 2a19 ആണ്. Therefore 3/10 -1 divided by 2 is equal to a1 പ്ലസ് a3 പ്ലസ് etc. പ്ലസ് a19 ആണ്. പക്ഷെ നമ്മുടെ ചോദ്യം ഇതിൻ്റെ അകത്തുനിന്ന്
ഈ 11A2 കുറയ്ക്കണം, അതാണ് ഇഷ്യൂ കേട്ടോ. എന്നിട്ട് 121K ആയിട്ട് ഇപ്പോൾ അത് ലെങ്തിയായി മാറും. 11A2 കണ്ടുപിടിക്കാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് വാല്യൂ കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് A0 പ്ലസ് A1x പ്ലസ് A2x² ആണെന്ന് വെച്ചു. അപ്പോൾ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് A1 പ്ലസ് 2A2x വരും. എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് 2A2 പ്ലസ് 3 × 2A3x എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ എഫ് ഡബിൾ ഡാഷ് 0ക്ക് കൊടുക്കുമ്പോൾ 2A2 ആയിട്ട് കിട്ടും. സോ A2 ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് 0/2 ആണ്. പക്ഷേ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്, പഠിച്ച് ലെങ്തി ആയിട്ട് മാറും ഇതേ. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + x + x² റേസ് ടു 20 ആണ്. 20 അല്ല 10 ആണ്. അപ്പം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 10 × 1 + x + x² റേസ് ടു 9 ആണ്. ഇൻറ്റു 1 + 2x. ഇനി പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം എന്നുള്ള ഡിഫിക്കൽറ്റി മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുമ്പം 10 × 1 + x + x⁻²9 × 2 ഇതിന് ഡെറിവേറ്റീവ് × 2 പ്ലസ് 1 + 2x × 10 × 9 × 1 + x + x² 8 × 1 + 2x ഇത്രയുമാണ് ഉണ്ടാകുന്നത്. ഇനി ഇതിന് നമ്മൾ എഫ് ഡബിൾ ഡാഷ് 0 A2 കാണാൻ വേണ്ടിയാണ്. സോ എഫ് ഡബിൾ ഡാഷ് 0 എന്ന് പറയുമ്പം 10 × ഇതെല്ലാം 0 ആയി പോയിട്ട് 1/9 × 2 പ്ലസ് ഇവിടെ 1 × 90 × ഇവിടെ 1 × 1. സോ 20 × 90 ആണ്, 110 കിട്ടും. ഇത് എഫ് ഡബിൾ ഡാഷ് 0 ആണ്. ദഫർ വാട്ട് ഇസ് A2? അത് എഫ് ഡബിൾ ഡാഷ് 0/2 ആണ്, ദാറ്റ് ഇസ് 55 ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 വാല്യൂസാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഈ നമ്പർ 3⁻10 - 1/2 മൈനസ് 11 × 55 121 × K എന്നാണ്. സോ ദാറ്റ്സ് 3⁻10 - 1/2 ഇസ് ഈക്വൽ ടു 121 × K + 5 എന്ന് വരും. അപ്പോൾ നമ്മൾ 3⁻10 - 1 കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് 3⁻5 + 1 × 3⁻5 - 1 എന്ന് കൊടുക്കാം. ഇത് 3⁻5 എന്ന് പറയുന്നത് 81 × 3 243 ആണ്, പ്ലസ് 1. അപ്പോൾ 244 × 242 / 2 ആണ്. റൈറ്റ് സൈഡ് 121 × K + 5 ആണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 122 × 242 = 121 × K + 5 എന്ന് വരും. അപ്പോൾ ഇതിൽ 11 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 12 വരും. ഇവിടെ 11 വെട്ടിക്കഴിഞ്ഞാൽ 22 വരും. = K + 5 ആണ്. സോ 22 × 12 44 22 ആണ്. 4 6 264 -5 = K ആണ്. K = 259 239 ആണ്. എൻ്റെ കാൽക്കുലേഷൻ ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കണം. ഇവിടെ ഇത് 21 ആണ് കേട്ടോ, 22 അല്ല, ഇറ്റ് ഈസ് 21 റൈറ്റ്. സോ 21 × 12 ആണ്, 24 12 റൈറ്റ്. സോ ഇറ്റ് ഈസ് 339 കിട്ടും. ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഇങ്ങനെയാണ്. 12 × 21 = K + 5. സോൾവിങ് K = what? 239 എക്സാക്ട്ലി കിട്ടുന്നതാണ്. ഓക്കെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു A f of x raised to g of x is equal to e raised to limit extending to A f of x - 1 into g of x. ഇതാണ് കണ്ടീഷൻ. ഇതിനകത്തൊരു കണ്ടീഷൻ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു 1 ആയിരിക്കണം, ജി ഓഫ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിരിക്കണം. ഇവിടെ നമുക്ക്
എഫ് ഓഫ് എക്സ് ടാൻ എസ് ബൈ എക്സ് ആണ്. ടാൻ എസ് ബൈ എക്സ് ആസ് എക്സ്റ്റെൻഡിങ് 0 1 ആണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസറിലോട്ട് പോകണമെങ്കിൽ ഈ മുകളിലുള്ളതിന് ലിമിറ്റ് ഉണ്ട്, ഈ എക്ക് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. സോ വി ക്യാൻ ചൂസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ എന്നാണ്. ദാറ്റ്സ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ക്യൂബാണ്. ഇത് മൂന്നാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിനേക്കാൾ നല്ല ടാൻ എക്സിൻ്റെ എക്സ്പാൻഷൻ അറിയാമെങ്കിൽ അത് എഴുതുക, എക്സ് കുറയ്ക്കുക, എക്സ് ക്യൂബ് ഇട്ട് കളഞ്ഞിട്ട് എടുത്താൽ മതി. ടാൻ എക്സിൻ്റെ എക്സ്പാൻഷൻ തന്നെ ഇതാണ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2 എക്സ് എസ് 5 ബൈ 15 പ്ലസ് എക്സെട്രയാണ്. അപ്പം ടാൻ എക്സ് ബൈ എക്സ് എന്ന് വരുമ്പം ഒള്ളി എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2 എക്സ് റെസ്റ്റ് 5 ബൈ 15 എക്സെട്ര വരും. സോ ടാൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എടുക്കുമ്പം 1 ബൈ 3 പ്ലസ് എക്സെട്ര വരും. അപ്പോൾ ഇതിൽ കിട്ടുന്ന ആൻസർ 1 ബൈ 3 ആണ്. അപ്പോൾ ഈ റേസ്റ്റ് 1 ബൈ 3 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ ദ ലിമിറ്റ് എൽ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്, സോ പി ഇസ് ഈക്വൽ ടു ഇ റേസ്റ്റ് 1 ബൈ 3 ആണ്. അപ്പോൾ വാട്ട് ഇസ് 96 ലോഗ് ഇ റേസ്റ്റ് 1 ബൈ 3 ടു ദ ബേസ് ഇ ആണ്. സോ 96 ഇൻറ്റു 1 ബൈ 3 ദാറ്റ് ഇസ് 32 ആണ്. സോ ആൻസർ 32 എന്ന് ഇവിടെ കിട്ടും. ദാറ്റ്സ് അവർ ഇൻറ്റിജർ പ്രോബ്ലം. നൗ എ ബാർ ഉണ്ട്, ബി ബാർ ഉണ്ട്, സി ബാർ ഉണ്ട്. ഇവിടെ നമ്മൾ ബി ക്രോസ് ഡി ഇസ് ഈക്വൽ ടു സി ക്രോസ് ഡി എന്നാണ്. ഇതിങ്ങനെ എടുത്താൽ ബി ക്രോസ് ഡി മൈനസ് സി ക്രോസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ബി ബാർ മൈനസ് സി ബാർ ക്രോസ് ഡി ബാർ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ദാറ്റ് ഇസ് ബി ബാർ ഇസ് പാരലൽ ടു ബി ബാർ സം മ്യൂ ബാർ ഓഫ് ബി ബാർ മൈനസ് സി ബാർ. എന്താ അർത്ഥം? ഇതിങ്ങനെ എടുത്താൽ ഇത് പാരലായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ഗുണിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബി ബാറും എ ബാറും കൂടി പാരലായിട്ട് കിടക്കുന്നത്. സോ വി ക്യാൻ സി ബി ബാർ ഇസ് ഈക്വൽ ടു 3i മൈനസ് 3j പ്ലസ് 3k ആണ്. സി ബാർ ഇസ് ഈക്വൽ ടു 2i മൈനസ് j പ്ലസ് 2k ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബി ബാർ മൈനസ് സി ബാർ എന്നുള്ളത് i മൈനസ് 2j പ്ലസ് k എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ബി സി ആണ് എങ്കിൽ ദെൻ ഡി ബാർ, ബി ബാറിൽ ഡി ബാർ ആണ് കേട്ടോ. ഡി ബാർ ഇസ് ഈക്വൽ ടു ദിസ്. സോ ഡി ബാർ ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ, ഇത് സം മ്യൂ ഇൻറ്റു ഐ മൈനസ് 2j പ്ലസ് k ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുന്നത് എയും ഡിയും കൂടെയുള്ള ഡോട്ട് 4 എന്നാണ്. ഗിവൺ എ ബാർ ഡോട്ട് ഡി ബാർ ഇസ് ഈക്വൽ ടു 4 എന്നാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എ നമുക്ക് തുടക്കത്തിൽ ഇവിടെ വരുന്നുണ്ട്. സോ 1 പ്ലസ് ഐ പ്ലസ് 2j പ്ലസ് k ഇൻറ്റു 1 മൈനസ് 2j പ്ലസ് k എന്നാണ്. ദാറ്റ് ഷുഡ് ബി 1 മൈനസ് 4 പ്ലസ് 1 ആണ്. ദാറ്റ് ഇസ് മൈനസ് 2 എന്ന് കിട്ടും. മൈനസ് 2 മ്യൂ എന്ന് കിട്ടും. ഇവിടെ ഒരു മ്യൂ കൂടെ ഉണ്ട്. സോ ദാറ്റ് ഇസ് 4. ദെൻ മ്യൂ ഇക്വൽ വാട്ട് മൈനസ് 2 എന്നാണ് കിട്ടുക. അത് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. സോ വി ക്യാൻ സി വാട്ട് ഇസ് ഡി. ഡി ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ഐ മൈനസ് 2j പ്ലസ് k ആണ്. ദാറ്റ് ഇസ് മൈനസ് 2i പ്ലസ് 4j മൈനസ് 2k ആണ്. ദിസ് ഇസ് ആക്ച്വലി നൗ എ ക്രോസ് ഡിയുടെ സ്ക്വയർ ആണ് വേണ്ടത്. അത് രണ്ടു രീതി ചെയ്യാം. ഫോർ മോഡ് ഡി എന്ന് പറയുന്നത് മോഡ് ഡി സ്ക്വയർ നമുക്ക് 4 16 4 എന്നാണ് 24 വരും. അതുപോലെ മോഡ് എ സ്ക്വയർ തുടക്കത്തിൽ എടുക്കാവുന്നതാണ്. മോഡ് എ സ്ക്വയർ 1 പ്ലസ് 4 പ്ലസ് 1 6 ആണ്. അപ്പോൾ ഇതിനകത്തൊരു ഇക്വേഷൻ ഉണ്ട്. മോഡ് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എ ബാർ ക്രോസ് ഡി ബാറിൻ്റെ സ്ക്വയർ കാണാൻ ഈ വാല്യൂ 4ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പുറത്ത് 6 ഇൻറ്റു 24 എന്നാണ്. സോ മോഡ് എ ക്രോസ് ബി ദ എ ഡോട്ട് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 144 മൈനസ് 16 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 128 ആണ്. ഇസ് ദ റിക്വയർഡ് ആൻസർ. Now question number 25. If the equation of hyperbola with the focus 4,2 and 8,2 നിറയെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സ് എവിടെ ഉണ്ട്, തിരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് വരികയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഇസ് ഈക്വൽ ടു ഇത് രണ്ടിനെയും കൂടിയുള്ള മിഡിൽ പോയിൻ്റ് ആണ്. 4,2 പ്ലസ് 8,2 ഓൾ ഡിവൈഡ് ബൈ 2 ആണ് സെൻറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
സെൻറ്റർ എന്ന് പറയുന്നത് 6, 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എപ്പോഴും നമുക്ക് വരുന്നത് x മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ ഹൈപ്പർബോള മൈനസ് y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫ്രെയിമാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം അറിയാൻ പറ്റുന്ന ഫോക്കസ് എന്ന് പറയുന്നത് 6, 2 ആണ്. അപ്പോൾ അതിൽ 6, 2 നമ്മൾ നള്ളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 4, 2 അകത്തുനിന്ന് 8, 2 അകത്തുനിന്ന് നമുക്ക് 6, 2 എടുത്ത് കളയുകയാണെങ്കിൽ കിട്ടുന്നത് -2, 0 ആൻഡ് 2, 0 എന്നാണ് ഫ്രെയിം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റാണ് എന്ന് പറയുന്നത് 2AE എന്നുള്ളത് 4 ആണ്, AE എന്നുള്ളത് 2 ആണ്. അതിൻ്റെ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ നമുക്ക് 2 എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പം b നമുക്ക് എടുത്തു കഴിഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കേട്ടോ, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്കൽ 4 എന്ന് വരും. സോ ബി സ്ക്വയർ ഇസിക്കൽ 4 മൈനസ് a സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് x മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ മൈനസ് y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് a സ്ക്വയർ ഇസിക്കൽ 1 എന്ന് ഒരു ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ നോക്കിയാൽ ദാറ്റ്സ് ഈക്വൽ ടു 4 മൈനസ് a സ്ക്വയർ ഇൻറ്റു x മൈനസ് 6 ദ ഹോൾ സ്ക്വയർ മൈനസ് a സ്ക്വയർ ഇൻറ്റു y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ ഇൻറ്റു 4 മൈനസ് a സ്ക്വയർ ആണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എനിക്ക് ഈ 4 മൈനസ് a സ്ക്വയർ എക്സും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് 3 സോ 4 മൈനസ് a സ്ക്വയർ ഇസിക്കൽ 3 ആണ്. ദിസ് സിംപ്ലൈസ് ആറ്റ് a സ്ക്വയർ ഇസിക്കൽ 1 കിട്ടും. അതിവിടെ സാറ്റിസ്ഫാക്ടറിയുമാണ്. അപ്പോൾ a സ്ക്വയർ 1 ആണെങ്കിൽ b സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇത് കിട്ടി. സോ ദ എക്സ്പ്രഷൻ ഇസ് ആക്ച്വലി 1 into x minus 6 the whole square minus 1 into y minus 2 the whole square is equal to 1 into that is 3. ഇതാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 3 ആണ്. ഓക്കെ ഫൈൻ. ദാറ്റ് ഇസ് ഈക്വൽ ഇൻ ദ ഫോം 3 into x സ്ക്വയർ മൈനസ് 12x പ്ലസ് 36 മൈനസ് y square minus 4y plus 4 minus 3 equals 0. So we can see 3x square minus y square minus 36x plus 108 plus 4y minus 4 minus 3 equals 0. That is 3x square minus y square minus 36x plus 4y plus 101 is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. So we can see alpha, beta and gamma and at all value we can observing it. അവിടെ നമുക്ക് ആൽഫ 36 ആണ്, ബീറ്റ 4 ആണ്, ഗാമ 101 ആണ്, എല്ലാം കൂടി കൂട്ടും 141 കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.